ഒക്ടോബർ നവംബർ ഒക്കെ ആയിരിക്കും. ഒക്ടോബർ വരെയാണ് സമയമുള്ളത്. ആ സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ കുറെ ടോപ്പിക്കുകളുണ്ട്. അപ്പം നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സർച്ചർ സിലബസ് എന്ന രീതിയിൽ നമ്മളെ ചുറ്റുപാടൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ 2 ഫിംഗർ പ്രിന്റ് സർച്ചർ എക്സാമിനേഷന്റെ സിലബസ് വെച്ചിട്ട് അത് മാത്രം നോക്കിയിട്ട് ദയവേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത്. അവസാനം നടന്നത് 2020-ലും അതിനു മുമ്പ് നടന്നത് 2016-ലുമാണ്. അതിൽ നിന്നൊക്കെ കുറെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള, പ്രത്യേകിച്ച് സയൻസ് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള പരീക്ഷകളുടെ സിലബസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഈ 2-3 വർഷത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2020-ൽ നടന്നിട്ടുള്ള എക്സാം ആയിക്കോട്ടെ, 2016-ൽ നടന്നിട്ടുള്ള എക്സാം ആയിക്കോട്ടെ, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് NCERT ലെവലിൽ, അതായത് +1 +2 ലെവലിൽ നിന്നാണ്. എന്നാൽ ഈ 1-2 വർഷമായിട്ട് ഇത് നടന്നിട്ടുള്ള എക്സാമുകളുടെ പേര് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തായിരിക്കും. അപ്പം അങ്ങനെയുള്ള, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് ആയിരുന്നു. അപ്പൊ അവസാനം നടന്നിട്ടുള്ള സയന്റിഫിക് ഓഫീസർ, ഓക്കെ, അപ്പൊ ആ എക്സാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു. MSc അല്ലെങ്കിൽ MSc ആണ് ക്വാളിഫിക്കേഷൻ എങ്കിലും സ്വതവേ അങ്ങനെയൊന്നും ആ ലെവലൊന്നും ചോദിക്കാറില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആ എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ നമ്മള് ആ നിലവാരത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഏത് നിലവാരം? നമ്മള് BSc സ്റ്റാൻഡേർഡിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ ആദ്യം നിങ്ങൾ പോകേണ്ടത് BSc-ലേക്ക് അല്ല, ആദ്യം നിങ്ങൾ പോകേണ്ടത് NCERT ലെവലിലേക്കാണ്. +1 +2 ഫിസിക്സ് തെറോ ആക്കിയ ശേഷം മാത്രമേ നിങ്ങൾ എങ്ങോട്ട് പോകേണ്ടതുള്ളൂ? BSc ലെവൽ ഫിസിക്സിനകത്തേക്ക് പോകേണ്ടത്. സോ എങ്ങനെയാണ് +1 +2 ലെവൽ പഠിക്കേണ്ടത്? എങ്ങനെയാണ് BSc ലെവൽ ഫിസിക്സ് പഠിക്കേണ്ടത്? എവിടുന്നൊക്കെ നമുക്ക് പഠിക്കാം? എല്ലാ ടോപ്പിക്കുകളും പഠിക്കുന്നുണ്ടോ? ഇനി ഏതൊക്കെയാണ് വെയിറ്റേജ് കൂടുതലുള്ള ഭാഗങ്ങള്? ന്യൂമറിക്കൽ എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്? ന്യൂമറിക്കൽ ആണോ കുറെ വരിക, അല്ലെങ്കിൽ ഇതേപോലെയുള്ള എന്താ പറയാ പ്രാക്ടിക്കൽ ലെവലുള്ള ചോദ്യങ്ങളാണോ ഉണ്ടാകുക? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് എല്ലാ ദിവസവും നമുക്ക് പേഴ്സണലായും അല്ലാണ്ട് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ആയിട്ട് വരുന്നത്. സോ അതിനു കൂടി ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി അഡ്രസ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ആദ്യത്തെ സെഷൻ ഞാൻ ഉപയോഗിക്കുന്നത്. സോ ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇനി സംസാരിക്കാം. സോ ഓക്കെ, എന്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ. സോ കേരള PSC ഫിംഗർ പ്രിന്റ് സെർച്ച് 233/2024 നോട്ടിഫിക്കേഷനുള്ള എക്സാമിന്റെ ഫിസിക്സ് ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. അപ്പം ഇത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒന്നുമില്ല, നിങ്ങൾക്കറിയാം 100 ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്നത്. അതിനകത്ത് 40%, അതായത് 40 ക്വസ്റ്റ്യൻസ് ഫിസിക്സും 40 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയും മസ്റ്റ് ആയിട്ട് ചോദിക്കും. പിന്നെ 20 വരുന്ന സാധ്യത പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത, അല്ലെങ്കിൽ 20% ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത പറയുന്നത് IT ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കഴിഞ്ഞ വർഷം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഒരു 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 എന്താ പറയാ നിരീക്ഷണത്തിൽ ഞാൻ പറയട്ടെ, ചിലപ്പം മുഴുവൻ ഫിസിക്സും കെമിസ്ട്രി ആയിരിക്കാനാണ് ചിലപ്പം സാധ്യതയുള്ളത്. അതായത് 50 ഫിസിക്സും 50 കെമിസ്ട്രി. നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് ഒന്നും അങ്ങനെ തരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല IT ഉണ്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ. പക്ഷെ നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളുടെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഞാൻ പറയുന്നു മുഴുവനും ഫിസിക്സും കെമിസ്ട്രി ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കിയിട്ട് അഥവാ ഏതെങ്കിലും തരത്തിൽ മൂന്നാമതൊരു ടോപ്പിക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് IT ആയിരിക്കും. ഇതാണ് എൻ്റെ ഒരു എന്താ പറയാ, ഇപ്പം ഈ പ്രൊഡിക്ഷന്റെ കാലമാണല്ലോ അല്ലെ? അപ്പം എന്റെ പ്രൊഡിക്ഷൻ ഇതാണ്. അപ്പൊ നിങ്ങൾ, ഇത് എന്റെ പ്രൊഡിക്ഷൻ ആണ്. ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും മുൻകൂട്ടി കിട്ടി പ്രൊഡിക്ട് ചെയ്യുന്നല്ല, ജസ്റ്റ് നമ്മൾ മുൻപ് നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പ്രൊഡിക്ട് ചെയ്യുന്നതാണ്. സോ മനസ്സിൽ വെക്കുക, കോൺസ്റ്റിറ്റ്യൂഷനുള്ള സാധ്യത വളരെ കുറവാണ്. ഫിസിക്സും കെമിസ്ട്രി ആയിരിക്കാനാണ് സാധ്യത. പിന്നെ അഡീഷണൽ ഒരു ടോപ്പിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ IT ആയിരിക്കും ചോദിക്കാൻ. ഓക്കെ. സോ അടുത്തത് 2020-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 2020-ലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് 40 ചോദ്യമാണ് ടോട്ടൽ ഉണ്ടാകുക, നിങ്ങൾക്ക് അറിയാം.
അല്ലെ 40 ക്വസ്റ്റ്യൻസ്. അതിൻ്റെ അകത്ത് ഏതാണ്ട് 60% ഏതാണ്ട് ഒരു 24 ക്വസ്റ്റ്യനോളം വന്നിട്ടുള്ളത് +1 +2 അതായത് NCERT ടോപ്പിക് എന്നാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഒരു 60ഓളം പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് 60% ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് +1 +2 എന്നാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ ഒരു 16 അല്ലെങ്കിൽ 17 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് BSc ലെവലിലുള്ള ഫിസിക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് +1 അല്ലെങ്കിൽ +2 ഏരിയയിൽ നിന്നാണ്. ഓക്കെ ഓക്കെ, മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക 30ഉം 10ഉം ഒന്നുമല്ല, അല്ലെങ്കിൽ 35ഉം 5ഉം ഒന്നുമല്ല, ഏതാണ്ട് ഒരു എന്താ പറയാ 60-40 ആ റേഞ്ചാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പം ആലോചിച്ച് നോക്കുക. 2020 കാര്യമാണ് ഞാൻ പറയുന്നത്. 2020 വിളിച്ച എക്സാമിന്റെ കാര്യം. ഇനി അടുത്ത ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ 2016 അവസാനമായിട്ട് ആദ്യമായിട്ട് തോന്നുന്നു ഈ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 77.5%. നിങ്ങളൊരു 75:2 ഇങ്ങനെ ആലോചിച്ചാൽ മതി. 75:25, അതായത് 4ൽ 1 ക്വസ്റ്റ്യൻ എവിടുന്ന് ഡിഗ്രിയിൽ നിന്നും 4ൽ 3 ക്വസ്റ്റ്യൻ എവിടുന്ന് NCERT ലെവലിൽ നിന്നാണ് ചോദിച്ചത്. സോ 2016 നിന്ന് 2020 വരുന്ന സമയത്ത് ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ. നിങ്ങൾ അനലൈസ് ചെയ്യുക, ട്രെൻഡ് അനലൈസ് ചെയ്യുക. 2016 നിന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലില്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമാണ്. ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഡിഗ്രി ലെവലാണെങ്കിൽ പോലും ഈ ഡിഗ്രി ലെവൽ 25% ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 25%-ൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ 2016 നിന്ന് 20 പോയ സമയത്ത് എന്ത് ചെയ്തു? NCERT കണ്ടന്റ് കുറച്ച് കുറഞ്ഞു, ഡിഗ്രി കണ്ടന്റ് കുറച്ച് കൂടി. ഞാൻ പ്രൊഡിക്ട് ചെയ്യുന്നത് ഇനി വരാനിരിക്കുന്ന എക്സാമിനേഷനും അത് തന്നെയായിരിക്കും സംഭവിക്കുക. +1 +2 ലെവല് കുറച്ച് കുറയും, കുറച്ചല്ല അത്യാവശ്യം കുറയും. ഒരു 30:70 അങ്ങനെയൊക്കെ വേണമെങ്കിൽ വരാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 30% ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക് ആൻഡ് 70% ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം BSc ലെവൽ. ഓക്കെ, സോ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിൽ വെക്കുക, എഴുതി വെക്കുക. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ പറ്റുപോയി. ഇതൊരു വർക്ക്ഷോപ്പാണ്. സോ ഇതിനകത്ത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവും. സോ ഇത് നോട്ട് ചെയ്ത് തന്നെ പോകാം. അതിന് നമ്മൾ വെറുതെ ഇത് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ബോറടിക്കും. അതിന് നല്ലത് നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ നമ്മൾ ഒരു ബുക്കിന്റെ അകത്ത് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ എന്ത് പരിപാടിക്ക് പോകുന്ന സമയത്തും ഈ ഒരു സംഗതി നമ്മൾ കയ്യിൽ വെക്കണം. നോട്ട്ബുക്കും പെൻ നിർബന്ധമായിട്ടും ഞാനിവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് തോന്നുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ അടുത്തത് ഇന്നലെ പങ്കെടുത്ത ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. 2020 ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ റിസൾട്ട് വന്ന സമയത്ത് അതിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 55.33 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, 55.33 മനസ്സിലാക്കി വെക്കുക കട്ട് ഓഫ്. ദെൻ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 62 ആണ്. എത്രയാണ്? 62. അതായത് ഒരു 8 മാർക്കിന്റെ ഇടയിലാണ് ഫസ്റ്റ് റാങ്കും ലാസ്റ്റ് റാങ്കും ഇരിക്കുന്നത്. ഓക്കെ, അത്രയും എന്താ പറയാ ഒരു വളരെ അടുത്തടുത്ത് ആളുകൾ വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ്. അതിന്റെ കാരണം ഇതാണ്. അതായത് ഒരു 8 മാർക്കിനൊക്കെയാണ് ഫസ്റ്റ് റാങ്കും ലാസ്റ്റ് റാങ്കും ഒക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ അടുത്തടുത്ത മാർക്കുകൾ വാങ്ങുന്ന ഒരു എക്സാം ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും എഴുതാൻ പറ്റും. ആർക്കും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഏതാണ്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് എക്സാം ഫീൽ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എന്താ പറയാ ബാക്കിയുള്ള ആളുകൾ എഴുതാത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഈ ഒരു എക്സാമിന്റെ ലാസ്റ്റ് റാങ്കും ഫസ്റ്റ് റാങ്കും നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഓൾമോസ്റ്റ് നമുക്ക് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവർക്കും എളുപ്പമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നിങ്ങനെ എന്താ പറയാ ഈ ഒരു മാർക്ക് അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം ഇത് അനലൈസ് ചെയ്യുന്നത്. സോ അത് ആലോചിച്ച് വെക്കുക. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് NCERT ടോപ്പിക്കുകളിലേക്കാണ്. ഇതാണ് വളരെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊക്കെ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ. അതായത് ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾ മുകളിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ആദ്യം ഇത് പഠിക്കണം. ഇത്
പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് വരും. അപ്പൊ നിങ്ങൾ BSc ഫിസിക്സും കെമിസ്ട്രിയും കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ, അതായത് +1 +2 ടോപ്പിക്കുകൾ കുറച്ചും കൂടി വേഗതയിൽ പഠിച്ചു തീർക്കാം. ഓക്കെ, കാരണം എവിടെയൊക്കെയോ ഇതൊക്കെ പഠിച്ച ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ NCERT ടോപ്പിക്കുകൾ ആദ്യം നിങ്ങൾ പഠിക്കണം. ഓക്കെ, +1 +2 NCERT ടോപ്പിക്കുകൾ. ഓക്കെ, സോ ആദ്യം നമ്മൾ പോകുന്നത് +1 ടോപ്പിക്കിലേക്കാണ്. +1 ഏതാണ്ട് ഒരു 14ഓളം ചാപ്റ്ററുകളുണ്ട്. 14 ചാപ്റ്ററുകൾ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ചാപ്റ്ററിലെ മെയിൻ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, പിന്നെ കഴിഞ്ഞ 2 എക്സാമുകളിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ചോദ്യമാണെന്നുള്ളത്. സോ +1 ഫിസിക്സിനകത്തുള്ള ആദ്യത്തെ ചാപ്റ്റർ പലർക്കും അറിയണ്ടായില്ല. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ എല്ലാവരും പറയാ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ശരിക്കും ആ ചാപ്റ്റർ അല്ല, ഫിസിക്സ് വേൾഡ് അല്ല, ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിനകത്ത് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതാണ് ശരിക്കും ആദ്യം പഠിപ്പിക്കേണ്ട ചാപ്റ്റർ. പക്ഷെ നമ്മളെ സ്കൂളുകളിലൊന്നും ഇത് പഠിപ്പിക്കാറില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാര്യമായിട്ടുള്ള ഒന്നും ഇനി അത് പഠിക്കാനില്ല എന്നാ പറയും. പക്ഷെ നമ്മൾ ഇനി എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററാണ് ശരിക്കും പഠിപ്പിക്കേണ്ടത്. തുടക്കം ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. ഓക്കെ, അപ്പം ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് നോക്കാം. വാട്ട് ഈസ് ഫിസിക്സ്, സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്, അല്ലെങ്കിൽ ഫിസിക്സ് ടെക്നോളജി സൊസൈറ്റി, ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ ഓഫ് ഫിസിക്കൽ ലോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 2 ടോപ്പിക്കുകളാണ്. ഏതാണ്? ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ് എന്ന് പറയുന്ന സംഗതി. ഈ 2 ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഇനി ഫോഴ്സുകളുണ്ട്. അപ്പൊ അതിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഭൂമിയിൽ ഇഷ്ടംപോലെ ഫോഴ്സുകളുണ്ട്. അതിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോഴ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആരാണ്, അതിൽ വീക്കസ്റ്റ് ഫോഴ്സ് ആരാണ്, ഇതൊക്കെയാണ് ഏരിയ എന്ന് പഠിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫിസിക്കൽ ലോസിന്റെ നാച്ചർ, സ്വഭാവം, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഏരിയ മാത്രമാണ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. 2 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 2ഉം വന്നിട്ടുള്ളത് അവസാനത്തെ എക്സാമിലാണ്. ഓക്കെ, 2020 വിളിച്ച എക്സാമിലാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വീക്കസ്റ്റ് ഫോഴ്സ്. നിങ്ങൾക്ക് അറിയാം ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഓക്കെ, 4 ഫോഴ്സുകൾ നമ്മളെ എന്താ പറയുക യൂണിവേഴ്സിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 4 ഫോഴ്സുകൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വളരെ എളുപ്പമുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ആ ചാപ്റ്ററെ ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ഐൻസ്റ്റീനെ കുറിച്ചും പറയുന്നുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ ഹൂ റിസീവ്ഡ് നോബൽ പ്രൈസ് ഫോർ ദ ഡിസ്കവറി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അതൊരു തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. കാരണം ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചതിനല്ല, ഡിസ്കവറിക്ക് അല്ല കിട്ടിയത്, അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അത് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ഐൻസ്റ്റീൻ ആണ്. ചോദ്യം തെറ്റാണ്, പക്ഷെ ചോദ്യം വന്നിട്ടുള്ളത് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിന് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, സോ ഈ 2 ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. വളരെ എളുപ്പം എന്ന് പറയാൻ കാരണം ഇതിന്റെ അകത്ത് കുറച്ച് യൂണിറ്റുകളെ കുറിച്ചും ഡയമെൻഷൻസിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യം നമുക്ക് ഫണ്ടമെന്റൽ യൂണിറ്റുകളും ഡിറൈവ്ഡ് യൂണിറ്റുകളും പഠിക്കാനുണ്ട്. ഓക്കെ, 7 ടൈപ്പ് ഓഫ് ഫണ്ടമെന്റൽ എന്താ പറയാ ക്വാണ്ടിറ്റികൾ, അതേപോലെ തന്നെ അവരുടെ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഈ 7 അല്ലാത്ത ആളുകൾ കുറെ പേരുണ്ട്, അവരൊക്കെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ SI യൂണിറ്റ്. ഓക്കെ, നമുക്കറിയാം യൂണിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ 3 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണ് വരുന്നത്. 1 SI യൂണിറ്റ് സിസ്റ്റം, 2 CGS, 3 MKS, ഇനിയുണ്ട് FPS എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ SI യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. ഓക്കെ, അതാണ് അടുത്ത് പറയാൻ വന്നത്. ഞാൻ പറഞ്ഞ പോലെ MKS ഉണ്ട്, MKS ഉണ്ട്, CGS ഉണ്ട്, FPS ഉണ്ട്. ഓക്കെ ഓക്കെ, ഓർമ്മ ഉണ്ടാവും, പലർക്കും ഓർമ്മ ഉണ്ടാവും. ഈ MKS തന്നെയാണ് എന്താകുന്നത് SI യൂണിറ്റ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്തതായിട്ട് പറയാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അത് വലിയ പ്രധാനപ്പെട്ടതല്ല. പിന്നെയാണ് ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഓക്കെ, അത് ഈ പറയുന്ന എന്താ പറയാ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ലെവലിലുള്ള എന്താ ചോദ്യ പേപ്പറുകളിൽ പൊതുവെ PSCന്റെ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട്. കൂടുതലും കാണാറ് ഈ +2 ക്വാളിഫിക്കേഷനുള്ള ഈ യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനിൽ ഫിസിക്സിനകത്ത് അധികം കാണാറുണ്ട്. എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ത്, അല്ലെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, സോ സിഗ്നിഫിക്കന്റ് ഫിഗർ, അതാണ് അടുത്ത വരാൻ സാധ്യതയുള്ളത്. സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ വളരെ എളുപ്പമാണ്. കുറച്ച് ലോകളുണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട്, അത് പഠിച്ചാൽ തന്നെ നമുക്ക്
ചാപ്റ്റർ പഠിക്കുക. ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ട് നോക്കുകയാണെങ്കിൽ 2020 ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ല. കാരണം നമുക്ക് ഈ ഒരു NCERT ലെവൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ 1 മണിക്കൂറാണുള്ളത്. സോ ഒരു 8 മണിനുള്ളിൽ തന്നെ നമുക്ക് മേജർ ഏരിയാസ് ഒക്കെ കവർ ചെയ്യാനുള്ളതാണ്. സോ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ വർക്ക്ഔട്ട് ചെയ്തില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് 2020. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ടൈമിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. ആൻസർ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ചാപ്റ്റർ വരുന്നത് മോഷൻ, അതായത് 1 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, നമ്മളെ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ 1 ഡയമെൻഷണൽ മോഷൻ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ പറയാ, യൂണിഫോം മോഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാഫുകൾ. ഇപ്പൊ ഇതിനകത്ത് വെലോസിറ്റി ടൈം ഗ്രാഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. റെഡി അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമ്മളെ 3 ഇക്വേഷൻസ് ഓഫ് മോഷനിലുള്ള 3 ഇക്വേഷൻസും അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ യൂണിഫോം മോഷൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതേപോലെ തന്നെ 3 ഇക്വേഷൻ ഓഫ് മോഷൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെയും കുറെ ഏരിയകൾ ഉണ്ട് ഇതിനകത്ത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഉണ്ട്, ആവറേജ് വെലോസിറ്റി ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് ഏരിയകളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ 3-4 ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ട് വരാൻ സാധ്യത. ഓക്കെ, അടുത്തതാണ് ഈ ഏരിയ, അതായത് കൈനമാറ്റിക്സിന്റെ അകത്തുനിന്ന് ഈ കഴിഞ്ഞ 2 എക്സാമുകളിൽ നിന്നും ചോദ്യമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് മോഷന്റെ പ്ലെയിൻ. ഓക്കെ, അതായത് 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ മോഷനെ കുറിച്ചാണ് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ ഉണ്ട്, സർക്കുലാർ മോഷൻ ഉണ്ട്, അതേപോലെ തന്നെ വെക്ടർ ആൻഡ് സ്കാലാർ. ഓക്കെ, വെക്ടർ പ്രൊഡക്ട്സും സ്കാലാർ പ്രൊഡക്റ്റും, അല്ലെങ്കിൽ വെക്ടേഴ്സിനെ കുറിച്ചും സ്കാലാറിനെ കുറിച്ചാണ് ഇതിനകത്തൊക്കെ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ടൈൽ മോഷൻ പ്രധാനപ്പെട്ടതാണ്, പിന്നെ സർക്കുലാർ മോഷൻ പ്രധാനപ്പെട്ടതാണ്. അതാ ഇത് 3ആണ്. യെസ്, പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, പിന്നെ അതൊക്കെ ഇതുവരെ ബാക്കിയുള്ള സംഗതികളൊക്കെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 ടോപ്പിക്കുകളിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ നോക്കാം. +1 അടുത്ത ചാപ്റ്റർ വരുന്നത് ലോസ് ഓഫ് മോഷൻ ആണ്. ഇതാണ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചോദിക്കാം കേട്ടോ. ആരും ഡൗട്ട് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ യെസ്, സോ നമ്മളെ +1 5ാമത്തെ ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ 3 ലോകൾ തന്നെയാണ്. 3 ലോയും അതിന്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഡിഗ്രിയിൽ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. സോ 2 ഏരിയയിലും കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത്, അതായത് ഈ പറയുന്ന ന്യൂട്ടന്റെ 3 ലോകളും ഡിഗ്രി ലെവലിൽ നിന്നായിരിക്കാം കൂടുതൽ ചോദിക്കാൻ സാധ്യത. ഓക്കെ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഏരിയ ചോദിക്കാൻ കൂടുതൽ സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, സോ പിന്നെ എന്തൊക്കെയുണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് പഠിക്കാൻ? ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രിക്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, സർക്കുലാർ മോഷനെ കുറിച്ച്, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് ഇതിനകത്ത്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത്. ഇതൊന്നും എന്താ പറയാ, ഞാൻ ഇതിന്റെ അകത്ത് അധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ചും കൂടി നിലവാരം കൂടിയതായിട്ട് നമുക്ക് ഡിഗ്രി ലെവലിൽ നിന്നാണ് ചോദിക്കാൻ സാധ്യത. സോ 2016 ഈ ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്രിക്ഷനെ കുറിച്ചാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് യൂണിഫോം സർക്കുലാർ മോഷനെ കുറിച്ചാണ്. ഓക്കെ, രണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് എന്താ പറയാ, അതിനെപ്പറ്റി ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇത് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2016 ഇപ്പൊ 2025 എന്ന് പറഞ്ഞാൽ 9 വർഷത്തെ ഗ്യാപ്പാണ്. ഈ 9 വർഷം കൊണ്ട് ക്വസ്റ്റ്യൻസ് 100% മാറിയിട്ടുണ്ടാവും. കാരണം ഇപ്പൊ നടക്കുന്ന എക്സാമുകളുടെ, അതായത് സബ്ജക്ട് PSC, അതായത് നമ്മൾ പറഞ്ഞ പോലെ ഡിഗ്രി ലെവൽ സയൻസ് ചോദിക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം നടക്കുന്നത് മിക്കവാറും അവര് ഒരു 2-3 വർഷത്തിന്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും. സോ ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ്. തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, സാധ്യത കുറവാണെന്ന് ഞാൻ പറയാം. എണ്ണം കുറവായിരിക്കും ബേസിക്കലി. ഓക്കെ, സോ അടുത്തത് ചാപ്റ്റർ 6 ആണ്, വർക്ക് എനർജി ആൻഡ് പവർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. സോ നമുക്ക് ഏതൊരാൾക്കും പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനീഷ്യലി വർക്കിനെ പറ്റിയും പഠിക്കുന്നു, പിന്നീട് എനർജിയെ പറ്റി പഠിക്കുന്നു. അതിനുശേഷം നമുക്ക് എന്താ പറയാ, വർക്കും എനർജിയും തമ്മിലുള്ള ബന്ധം, അതായത് വർക്ക് എനർജി തിയറം പഠിക്കുന്നു. പിന്നീട് പവർ എന്താണെന്ന് പഠിക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് അവസാനത്തേക്കുള്ളത് കൊളിഷൻ ആണ്. കൊളിഷൻ പ്രധാനപ്പെട്ടതാണ്. കൊളിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഗ്രി ലെവലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് കൊളിഷൻ. ഓക്കെ, സോ ഇതാണ് 6ാമത്തെ ചാപ്റ്റർ.
6ാമത്തെ ചാപ്റ്ററിന് ചോദ്യം വന്നിട്ടില്ല കഴിഞ്ഞ 2 എക്സാമുകളിലായിട്ട്. ഇനി നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ ചാപ്റ്റർ റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, റിജിഡ് ബോഡി ഡയനാമിക്സിൽ നമ്മൾ വിശദമായിട്ട് ഡിഗ്രിയിലൊക്കെ പഠിക്കുന്നുണ്ട് റൊട്ടേഷണൽ മോഷൻ, അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ. അതിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് സെന്റർ ഓഫ് മാസ് ആണ്. സെന്റർ ഓഫ് മാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഓക്കെ, അത് +2 ലെവൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ +1 +2 ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ പഠിച്ച മെത്തേഡിലൂടെ ഒന്നും ആയിരിക്കില്ല അവിടെ പഠിക്കാം. ഓക്കെ, പക്ഷെ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. കാരണം ഡിഗ്രിയിൽ എങ്ങനെ അത് പഠിക്കുന്നു എന്നൊന്നും ചോദ്യം വരില്ല. ചോദ്യം ഒരു രീതിയിലേ വരും. അത് നമുക്ക് ചിലപ്പോൾ +1 +2 കണ്ടന്റുകളുടെ സഹായത്തോടു കൂടി ചിലപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഓക്കെ, സോ അതായത് ഞാൻ പറഞ്ഞ പോലെ +1 +2ന്റെ അകത്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും. ചിലപ്പോൾ ഡിഗ്രിയിലാവുന്ന സമയത്ത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികളായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്നും ഉപയോഗിക്കാണ്ട് +1 +2 രീതി തന്നെ, അതായത് ഈ പറയുന്ന പാരലൽ ആക്സിസ് തിയറോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറോ ഒക്കെ ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ സെന്റർ ഓഫ് മാസ് ആണ് പ്രധാനപ്പെട്ടത്, പിന്നീട് മൊമെന്റ് ഓഫ് ഇനേഷ്യ. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് അല്ലെ. മൊമെന്റ് ഓഫ് ഇനേഷ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ആംഗുലാർ മൊമെന്റം ഉണ്ട്, ടോർക്ക് ഉണ്ട് അല്ലെ, യെസ്, ഇമ്പൾസ് ഉണ്ട്, പിന്നെ എന്താ പറയാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഉണ്ട്. അങ്ങനെ കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഏതിൽ നിന്നാണ് ചോദ്യം വരിക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മൊമെന്റ് ഓഫ് ഇനേഷ്യയ്ക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ചോദ്യം വരാൻ സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ പിന്നെ ആംഗുലാർ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ആംഗുലാർ മൊമെന്റം, ഓക്കെ, ആംഗുലാർ മൊമെന്റം അത് ബന്ധപ്പെട്ടിട്ടായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ പറയുന്ന സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് ഉപയോഗപ്പെടുത്തുക. ഇതില് എല്ലാം പഠിച്ചിരിക്കണം കേട്ടോ, എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കണം. നമ്മളൊരു എക്സാമിന് പോകുന്ന സമയത്ത് ഒന്നാമത് നമുക്ക് വലിയൊരു ധാരണ അല്ല. ഒരു എക്സാമിന് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം പഠിക്കാൻ പറ്റുന്ന നമ്മളെ കൊണ്ടാകുന്നതിന്റെ മാക്സിമം അങ്ങ് പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, ഇന്ന സാധനങ്ങൾ വരും, ഇന്ന സാധനങ്ങൾ വരില്ല എന്ന് ഞാൻ ഇവിടെ പറയുന്ന സമയത്ത് അങ്ങ് പറയാണ്. അപ്പം അതൊന്നും നിങ്ങൾ അധികം പരിഗണന കൊടുക്കേണ്ട. അതായത് എല്ലാം പഠിക്കാം, അതേ ഉള്ളൂ. നമ്മളെ സാധ്യത കൂട്ടാനാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത്, നമ്മളെ സാധ്യത കുറയ്ക്കാനല്ല. നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങളുടെ ചാൻസ് കുറച്ചും കൂടി കൂടുക. സോ പിന്നീട് ഈ ചാപ്റ്ററിന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെന്റർ ഓഫ് മാസയിൽ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 2016 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 2020 ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഓക്കെ, സെന്റർ ഓഫ് മാസയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഡയറക്റ്റ് ചോദ്യമൊന്നുമല്ല, നമുക്ക് അതിന്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഉത്തരം കിട്ടൂ. ഓക്കെ, യെസ്. അടുത്തത് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ നമുക്ക് വർക്ക് എനർജി പവർ ഒക്കെ പോലെ തന്നെ വളരെ രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷന്റെ അകത്ത് നമുക്ക് എന്താ പറയാ ആദ്യം പഠിക്കാനുണ്ടാകുക യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ കെപ്ലർസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ, ഇത് പ്രധാനപ്പെട്ടതാണ്. കെപ്ലർ ലോ പ്രധാനപ്പെട്ടതാണ്, കാരണം നമ്മൾ ഡിഗ്രിയിലൊക്കെ ഇത് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ പറയാ ആര് സ്റ്റേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യത കുറവാണ്. ഞാൻ കൂടുതൽ പറയുന്നത് കെപ്ലറിന്റെ ലോ ആണ് സാധ്യത കൂടുതൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും, പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഇത്രയൊക്കെയാണ് സാധ്യത കൂടുതൽ. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡ്യൂ ടു ഹൈറ്റ് അല്ലെങ്കിൽ ഡ്യൂ ടു ഡെപ്ത്, ഇതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, ഹൈറ്റിലേക്ക് പോകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡെപ്തിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എർത്തിന്റെ സെന്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും, ഇങ്ങനെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളും ജിയുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുന്നു, എസ്കേപ്പ് വെലോസിറ്റി പഠിക്കണം, ഓർബിറ്റൽ വെലോസിറ്റി പഠിക്കണം, അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പഠിക്കണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി GM ഡിവൈഡഡ് ബൈ -GMM ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പഠിക്കണം നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കെപ്ലറിന്റെ 3 ലോയാണ്. 3 ലോയും അതിന്റെ ഇക്വേഷൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് 3ാമത്തെ ലോ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ അന്നൊക്കെ ന്യൂമറിക്കൽ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ 3 ലോ ഉണ്ട്, നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലോ ഓഫ് എന്താ പറയാ ലോ ഓഫ് ഓർബിറ്റൽ ഉണ്ട്, ലോ ഓഫ് പീരീഡ് ഉണ്ട്, ലോ ഓഫ് ഏരിയ ഉണ്ട്. ഈ ലോ ഓഫ് ഏരിയ ഒക്കെ എന്താ പറയാ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ ഇത്രയാണ്. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുമ്പത്തെ വർഷവും, ഓക്കെ, കഴിഞ്ഞ വർഷം ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ എക്സാം ആണ്. കഴിഞ്ഞ എക്സാമിനായിക്കോട്ടെ അതിന് തൊട്ട് മുമ്പത്തെ എക്സാമിനായിക്കോട്ടെ ഈ ഗ്രാവിറ്റേഷണൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ആക്ച്വൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഹാവിംഗ് എ മാസ് 10 kg? 10 kg മാസ് ഉള്ള ഒരാളുടെ വെയിറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ആക്ച്വൽ വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പലർക്കും എന്താ പറയാ മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ
എനിക്ക് തോന്നുന്നു ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് -98 എന്നുള്ള ഓപ്ഷനാണ്. 98 ന്യൂട്ടൺ എന്ന് പറയുന്നത്. പക്ഷെ പലരും പറയുന്നു വെയിറ്റ് എന്തിനാണ് നമ്മൾ മൈനസ് എടുക്കുന്നത്, അല്ലെ? അങ്ങനെയൊക്കെ പറയുന്നത് കാണാറുണ്ട്. പക്ഷെ അതെ, അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വേറെ ചിലർ പറയുന്നത്. അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മളൊക്കെ പഠിച്ചത് ഒബ്ജക്റ്റിന് മേലോട്ടാണ് ഫോഴ്സ് ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ മേലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ജി മൈനസും, താഴോട്ടാണെന്നുണ്ടെങ്കിൽ പ്ലസ് എന്നുള്ള രീതിയിലാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കുക. പക്ഷെ ഇവിടെ ആ ഒരു കൺസെപ്റ്റ് എടുത്തുകൊണ്ട് കാര്യമില്ല. യെസ്. അപ്പം അവിടെ ഞാൻ പറഞ്ഞ പോലെ ഹയർ ഫിസിക്സിന്റെ സാന്നിധ്യമുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയില്ല. കഴിയും, പക്ഷെ ഉത്തരം തെറ്റാണ്. അതാണ് സംഗതി. സോ മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണെന്ന് നമ്മൾ കരുതുന്ന ചോദ്യങ്ങൾ വരും. പക്ഷെ അത് വ്യക്തമായ ധാരണയില്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനും കഴിയാം. പിന്നെ എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ ക്വസ്റ്റ്യൻ ആണ്. സോ എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തു നോക്കുക. ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കുന്നു, എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റ് വെലോസിറ്റി ഒക്കെ നിർബന്ധമായിട്ട് അതിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കും. ഓക്കെ. സോ അടുത്തത് 9ാമത്തെ ചാപ്റ്റർ ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. ഓക്കെ, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്ററിൽ വരുന്നതാണ്. സോളിഡ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്, ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എലാസ്റ്റിസിറ്റി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. എലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് സ്ട്രെസ്സും സ്ട്രെയിനും പറയും, അതിനുശേഷം ഹൂക്സ് ലോ, പിന്നെ യങ്സ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ദ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, അല്ലെ? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ 3 ആളുകൾ ഏതൊക്കെയാ? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് പ്രധാനപ്പെട്ടതാണ്. ഈ 3 ആളുകളും തമ്മിലുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ പോയിസൺസ് റേഷ്യോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഒന്നും ഞാൻ ഒഴിവാക്കി പറയുന്നില്ല. എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ് ഇതിനകത്തൊക്കെ വരും. ഓക്കെ. സോ ഫ്ലൂയിഡ്സ് ആണ് അടുത്തത് വരുന്നത്. ഫ്ലൂയിഡ്സിന്റെ അകത്തും ഒഴിവാക്കാനായിട്ട് ഒന്നുമില്ല, എല്ലാം പഠിച്ചിരിക്കണം നമ്മൾ. സോ അതിന്റെ അകത്ത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ക്രിട്ടിക്കൽ വെലോസിറ്റിയും അതേപോലെ തന്നെ ടെർമിനൽ വെലോസിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മുമ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്, അതേപോലെ തന്നെ സർഫസ് ടെൻഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. സോ നിർബന്ധമായിട്ടും എല്ലാ ഭാഗവും പഠിച്ചുകൊണ്ട് പോകും. ഏതില്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് ഏതെങ്കിലും ഏരിയ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ ഇതിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 2016 തന്നെ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 2016 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. സോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒന്നാമത് ടെർമിനൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് കാപ്പിലാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കാപ്പിലാരിറ്റി, ടെർമിനൽ വെലോസിറ്റി. നിങ്ങൾ ആരും പേടിക്കണ്ട, ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വേറൊരു PDF ഉണ്ട്. ആ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ആ PDF-നകത്ത് ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ കൊടുക്കാം. സോ നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ. അതായത് +1-നും +2-നും ഞാൻ വേറെ PDF ഗ്രൂപ്പിൽ ഇടാം. ആ PDF-ന്റെ അകത്ത് ഉണ്ടാവും +1-ലെ ടോപ്പിക്കുകൾ ഏതൊക്കെ നിങ്ങൾ പഠിക്കണം, അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ അതിനകത്ത് ഉണ്ടാവും. റെഡി അല്ലേ? ഓക്കെ. അപ്പം ഗ്രൂപ്പിലല്ലാത്ത ആളുകൾ മെസ്സേജ് അയക്കുക, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പൊ ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക. മാക്സിമം നമുക്ക് ഒരു എൻഗേജിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. നമ്മൾ സൈഡാക്കിയല്ല, മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ അടുത്തതാണ് 11ാമത്തത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയും. നിങ്ങൾ പറഞ്ഞ പോലെ ഇതിന്റെ അകത്തുനിന്നും നമുക്ക് ഒഴിവാക്കാൻ ഒന്നുമില്ല, കാരണം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. CP-യും CV-യും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ തമ്മിൽ റിലേഷനും. ഓക്കെ. അതേപോലെ തന്നെ എന്താ പറയാ, മേയേഴ്സ് റിലേഷൻ, CP-CV ഗാമ എന്ന് പറയുന്ന റിലേഷൻ ഒക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എന്താ പറയാ, ഇതിനകത്ത് നമുക്ക് അവസാനം വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. സ്റ്റിഫാൻസ് ലോയും വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും അതുപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ പഠിക്കാം. ഓക്കെ. പിന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ലാറ്റൻ ഹീറ്റ് ഓഫ് കപ്പാസിറ്റി. ഓക്കെ. ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, LV-യും LF-ഉം ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. സോ ഇതിനകത്ത് ഒന്നും ഒഴിവാക്കാനല്ല, എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് എന്താ പറയാ, ഒഴിവാക്കാനായിട്ട് ഒന്നുമില്ല, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഇതിനകത്ത് വന്നിട്ടുള്ള ചോദ്യമാണ്, 2020 വന്നിട്ടുള്ള ചോദ്യമാണ്. 2020 എൻട്രോപ്പി ചേഞ്ച് ആണ്. ശരിക്കും ഇത് ഏരിയ എന്നുള്ളതല്ല, ഇത് കുറച്ചും കൂടിയൊക്കെ ലെവൽ കൂടിയ സാധനമാണ്. കാരണം എൻട്രോപ്പിയെ കുറിച്ച് നമ്മൾ +1 ഫിസിക്സിലോ +2 ഫിസിക്സിലോ പഠിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കെമിസ്ട്രിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സിലാണ് നമ്മൾ എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജി, അല്ലെ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഫിസിക്സിനകത്ത് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നില്ല. ഞാനിത് ആഡ് ചെയ്തത് ഡിഗ്രിയിൽ ഫിസിക്സിൽ. ഓക്കെ. ഡിഗ്രി ഫിസിക്സ് ഞാൻ പറഞ്ഞ +1 +2 നമ്മൾ പഠിക്കുന്നില്ല. ഡിഗ്രി ഫിസിക്സിനകത്ത് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നമ്മളെ ആ ഒരു പേപ്പറിനകത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ഇവിടെ ആഡ് ചെയ്യാൻ കാരണം ലാറ്റൻ ഹീറ്റ് ഓഫ് ഐസ് എന്നുള്ള, ലാറ്റൻ ഹീറ്റ് ഓഫ്
ലാറ്റിൻ ഹീറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉള്ളതുകൊണ്ട്. സോ അടുത്തത് ബ്ലാക്ക് ബോഡി. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടെമ്പറേച്ചറും വേവ് ലെങ്ത്തും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. സോ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആലോചിക്കുക, 2016 വന്നിട്ടുള്ളത് ഈ ചോദ്യം. ഓക്കെ, 2016 2020 വന്നിട്ടുള്ള ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും സ്റ്റാൻഡേർഡ് കൂടുതൽ 2020 ക്വസ്റ്റ്യൻസിനാണ്. ഓക്കെ, സോ അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിന്റെ അകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമോഡൈനാമിക്സ് പ്രോസസ്സുകളാണ്. ഐസോതെർമൽ, അല്ലെ, അഡിയബാറ്റിക്, ഐസോകോറിക്, ഐസോബാർ എന്നൊക്കെ പറഞ്ഞ നമ്മളെ പ്രോസസ്സുകൾ, അതേപോലെ സൈക്ലിക് പ്രോസസ്സുകൾ. ഈ പ്രോസസ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ സീറോത്ത് ലോ ഉണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. ഓക്കെ, സീറോത്ത് ലോ, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. പിന്നെ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് ഹീറ്റ് എഞ്ചിനെ കുറിച്ച് നന്നായി പഠിക്കാൻ. അപ്പോൾ ഹീറ്റ് എഞ്ചിനൊക്കെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഇയാളതൊക്കെ അങ്ങനെ പറഞ്ഞു പോവല്ലാണ്ട് ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കാര്യമായിട്ട് ഒന്നും നിലവിൽ ചെയ്യേണ്ട. ഞാനിതൊക്കെ പറയുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കുക പ്രധാനപ്പെട്ടത്. ഈ പറയുന്ന ഈ മൊത്തം സാധനങ്ങൾ നിങ്ങൾ എഴുതി വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ PPT തരും, അല്ലെങ്കിൽ PDF തരും. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇതിനകത്തുള്ള അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ലെവലിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അതായത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു 30 ചാപ്റ്ററിനടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ നമുക്ക് ഈ ഒരു നിലവിലുള്ള ഒരു സമയം അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അത് എന്താ പറയാ, ഈ ഒരു ചാപ്റ്ററിന് ഇത്രയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാൻ. ഇന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ നിങ്ങൾ. 2016 വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ, 2016 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 2020 ഒരു ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത് സെക്കൻഡ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആരുടെ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. സെക്കൻഡ് ലോന്റെ കെൽവിൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത് നോക്കും നിങ്ങൾ. ഇത് എൻട്രോപ്പി, അതുകൊണ്ട് എൻട്രോപ്പിയെ ബന്ധപ്പെട്ടതാണ്. ഇത് ഞാൻ പറഞ്ഞു, എൻട്രോപ്പി നമ്മൾ +1 +2 എവിടെയും പഠിക്കുന്നില്ല, ഡിഗ്രി ലെവലാണ് പഠിക്കുന്നത്. ജസ്റ്റ് ഐസോതെർമൽ എന്നുള്ള വാക്കുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ വിച്ച് ഫാക്ടർ ഡിറ്റർമൈൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടുതൽ ചെയ്യുക. ഓക്കെ, സോ 2020 തന്നെയാണ് കുറച്ചും കൂടി നിലവാരമുള്ളത്. ഇനി അടുത്തത്, ഇനി അഡിയബാറ്റിക് എക്സ്പാൻഷൻ U1 and U2 ഇന്റേണൽ എനർജീസ് ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്, വാട്ട് ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ? 2020 ചോദിച്ചിട്ട് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റേണൽ എനർജിയും അതുമായി ബന്ധപ്പെട്ടില്ല, അതായത് അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ ഇന്റേണൽ എനർജിക്ക് എന്ത് സംഭവിക്കുന്ന അറിയാത്ത ഒരാൾക്ക് ഈ പറയുന്ന ആൻസർ ചെയ്യാൻ കഴിയില്ല. സോ അത്യാവശ്യം നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് 13ാമത്തത് കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. സോ അതിനകത്ത് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കേണ്ടത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിക്കും, നിർബന്ധമാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പ്രധാനപ്പെട്ടതാണ്. ഇപ്പം മോണോ അറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, ഡയാറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കൂടുതൽ സാധ്യത. പിന്നെ RMS സ്പീഡ്, RMS സ്പീഡും ഉണ്ട്, ആവറേജ് സ്പീഡും ഉണ്ട്. RMS സ്പീഡും ഉണ്ട്, ആവറേജ് സ്പീഡും ഉണ്ട്. പിന്നെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓർമ്മല്ലേ നിങ്ങൾക്ക്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 2/3 kBT. യെസ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു KB × T. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് BK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കാനുള്ളത്. പിന്നെ വർക്ക് ഡൺ പഠിക്കാൻ. ഓക്കെ, വർക്ക് ഡൺ പഠിക്കാം, ഇത്രയും ഏരിയകൾ. ഇനി അന്ന് 2016 ചോദ്യം വന്നിട്ടുള്ളത്. എന്താന്ന് ഞാൻ വായിക്കുന്നില്ല, 2020 ചോദ്യം വന്നിട്ടില്ല. അടുത്തതാണ് നമ്മൾ അവസാനത്തെ ഏരിയ ആയിട്ടുള്ള ഓസിലേഷൻ വേവ്. ഓസിലേഷന്റെ എല്ലാ ഭാഗവും നിങ്ങൾ പഠിക്കണം. 2020 ഓസിലേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. 2020 ഓസിലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇതിനകത്ത് ഒന്നും നമുക്ക് ഒഴിവാക്കാനല്ല, എല്ലാ ഏരിയയും നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ടു. കാരണം നമ്മൾ ഓസിലേഷനെ പറ്റിയൊക്കെ ഡിഗ്രി ലെവലിലൊക്കെ പല പല സ്ഥലങ്ങളിൽ പഠിക്കുന്നു. സോ ഓസിലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ 2020 വന്നിട്ടുള്ള ചോദ്യമാണ്. 2020 കൈനറ്റിക് എനർജി, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 2020 അടുത്തത് വേവ്സ്. 2020 ക്വസ്റ്റ്യൻ വന്നിട്ടില്ല വേവ്സ് എന്ന്. 2016 വന്നിട്ടുള്ളത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് തോന്നും, പക്ഷെ എളുപ്പമാണ് ഈ സാധനം. അപ്പം അതിൻ്റെ അകത്തുള്ള എല്ലാ സംഗതികളും പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ടതൊന്നും ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഒന്നല്ല വേവ്സ്. അതിനകത്ത് ചോദ്യങ്ങൾ അധികം ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധ്യത ഉള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ് എന്നുള്ള ഏരിയ എന്നുള്ളതായിരിക്കും. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് തമ്മിലുള്ള വ്യത്യാസം, അവരുടെ എക്സാമ്പിൾസ്, ഇത്രയൊക്കെ ആയിരിക്കും +1 ഏരിയ എന്നുള്ള
ക്വസ്റ്റ്യൻസ്. സോ ഇതിനകത്തിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നന്നാവും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാം, ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെയാണ് കൂടുതൽ പേർക്ക് ഉണ്ടാകുക. അത് ഞാൻ അവസാനം പറഞ്ഞു തരുന്നുണ്ട്, ഏതൊക്കെ ബുക്കുകളാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് അവസാനം പഠിച്ചു വെക്കുക. NCERT ആണ് +1 +2 പഠിക്കാൻ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അതിന് NCERT ബുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും NCERTന്റെ എന്താ പറയുക, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാവും, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇറങ്ങുന്നത് നമ്മുടെ കയ്യിലുണ്ട് കുറെയൊക്കെ. അല്ലാണ്ട് തന്നെ ഈ പറയുന്ന +1 +2 കോച്ചിങ്ങുകൾ അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ JEE കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഷോർട്ട് നോട്ടുകൾ ഇഷ്ടംപോലെ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ PDF രൂപത്തിൽ ഇതൊക്കെ കിട്ടും. ഇതൊക്കെയാണ് നമുക്ക് എന്തിനു വേണ്ടത്, നമ്മളെ +1 +2 ടോപ്പിക്കുകൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, +1 +2 പഠിക്കാൻ ഞാൻ പറയുന്നത് ഒന്നും ആവശ്യമില്ല, ഈ പറയുന്ന ഷോർട്ട് നോട്ടുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ കോൺസെപ്റ്റ് ആണ്. അതിന്റെ കോൺസെപ്റ്റ് പഠിച്ചിട്ട് പിന്നെ അതിന്റെ ഇക്വേഷൻസ് പഠിക്കാം. ഓക്കെ, അതിന്റെ വഴിയും മെത്തേഡും ഒന്നും പഠിക്കണ്ട, കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ പറയുന്ന ഏരിയകളൊക്കെ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്, അതുകൂടി മനസ്സിലാക്കി വെക്കുക. +1 ടോപ്പിക്കുകളൊക്കെ നല്ലോണം കണക്റ്റഡ് ആണ്. അതിലും നല്ല കണക്ഷന് +2 ടോപ്പിക്കുകൾക്കൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക എപ്പോഴും ടോപ്പിക്കുകൾ. ഓക്കെ, സോ നമ്മൾ +2 ഏരിയയിലേക്കാണ് പോകുന്നത്, മനസ്സിലാക്കി വെക്കുക. +2 ഏരിയ, യെസ്. +2 ടോപ്പിക്സിൽ ആദ്യം നമുക്ക് ആദ്യത്തെ യൂണിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് നമുക്ക് 2 ചാപ്റ്ററുകളാണുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂളോംസ് ലോയും ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസും. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നീട് ഇലക്ട്രിക് ഫീൽഡ് പഠിക്കണം. ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാകുക ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനൊക്കെ ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ പ്രത്യേകത എന്തെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് കൂടുതൽ ഉണ്ടാകുക. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആയിക്കോട്ടെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള എന്തുണ്ട്, സവിശേഷതകൾ. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ, ഇലക്ട്രിക് ചാർജിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടികൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ചാർജ് സ്കെലാർ ആണ്, ഇലക്ട്രിക് ചാർജ് അഡിക്റ്റീവ് ആണ്, ഇലക്ട്രിക് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറെയൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കൂടുതൽ സാധ്യത ഉള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഗോസസ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോസസ് ലോ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിക്കാനുണ്ട്, അതേപോലെ മാഗ്നറ്റിസത്തിലും പഠിക്കാനുണ്ട്. ഗോസസ് ലോ ഇൻ ഇലക്ട്രിസിറ്റി ആൻഡ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. അപ്പൊ രണ്ടാണ് സംഗതികൾ. അപ്പൊ ആലോചിച്ച് വെക്കുക, രണ്ട് ആയിക്കോട്ടെ, രണ്ട് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റിയാണ്. ഓക്കെ, അതായത് ഫ്ലക്സിനെ പറ്റിയാണ് ബേസിക്കലി പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ഗോസസ് ലോ പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റിയും മാഗ്നറ്റിസിനകത്തുള്ള ഗോസസ് ലോ പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിനെ പറ്റിയാണ്. സോ ഫ്ലക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലക്സും ഗോസസ് ലോവും തമ്മിൽ കണക്ട് ചെയ്യാനായതുകൊണ്ട് തന്നെ ഈ 2 ഏരിയകളും ടോപ്പിക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൂളോംസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇമ്പോർട്ടന്റ് ആണ്. യെസ്. അടുത്തത് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2020 വിളിച്ച എക്സാമിന് ചോദിച്ച ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. ഇത് എളുപ്പമല്ല, ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. എളുപ്പമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് ശീലമുള്ള ഒരാൾക്ക് കണ്ടുപിടിക്കാൻ, അല്ലാണ്ട് പുതിയ വലിയ ടച്ച് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ അതിന് എക്സ്പ്ലനേഷൻ ഞാൻ തരാം. സോ അടുത്ത ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്ത് സാധ്യത കൂടുതൽ, ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ്. അതിൽ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് പറയുന്നത്. പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ, ഇത് ന്യൂമറിക്കൽ ഏരിയ എന്ന് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ? കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സും എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററും. ഓക്കെ, ഇത് ഇത്രയും ഭാഗമാണ് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യത ഉള്ളത്. പിന്നെ എന്താ പറയാ, നമുക്ക് ഇതേപോലെ തന്നെ ന്യൂമറിക്കൽ അല്ലാണ്ട് ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് ചോദ്യം വരാം. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജ്, ഇതിൽ നിന്നും ചോദ്യം വരാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ 2016 ഈ ചാപ്റ്ററിന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, 2 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഉണ്ടായിട്ടുണ്ട്. സോ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഒന്നുകൂടി ആലോചിക്കുക, 2020 കഴിഞ്ഞ ചാപ്റ്റർ ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. 2020 ഇല്ല എന്ന് പറഞ്ഞാൽ ഈ വർഷം ഉണ്ടാവില്ല എന്നല്ല, 2020 ഇല്ലായിരുന്നു, 2016. അപ്പൊ 2016 20 ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. സോ ആ ചാപ്റ്ററും പ്രധാനപ്പെട്ടതാണ്. അടുത്തത് അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വിചാരിക്കുന്നത് ഈ റെസിസ്റ്റിവിറ്റി, അതേപോലെ റെസിസ്റ്റൻസ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്,
ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതേപോലെ തന്നെ ക്രിച്ചോഫ് റൂൾ, ക്രിച്ചോഫിന്റെ 2 റൂളുകൾ, ഓക്കെ, കറണ്ട് റൂളും വോൾട്ടേജ് റൂളും. ഇതൊക്കെ നെറ്റ്വർക്ക് തിയറത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. ഡിഗ്രി ലെവലിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെയാണ് ക്രിച്ചോഫ് റൂൾ. സോ ഡിഗ്രിയിൽ നമ്മൾ ഇവരൊക്കെ കാണും. സോ ഇതിനകത്ത് നമുക്ക് ഒന്നും ഒഴിവാക്കാനില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓംസ് ലോ, അതേപോലെ റെസിസ്റ്റിവിറ്റി, പിന്നെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, സെല്ല് EMF, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതേപോലെ സെല്ല് സീരീസ് ഇൻ പാരലൽ, പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ സാധ്യത കുറവാണ്. സാധ്യത കുറവാണ്. പൊട്ടൻഷ്യോമീറ്ററും മീറ്റർ ബ്രിഡ്ജും ഒക്കെ, വീസ്റ്റോൺ ബ്രിഡ്ജ് പിന്നെ ക്രിച്ചോഫ് റൂളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എന്താ പറയുക, രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദ്യം വരാം. മീറ്റർ ബ്രിഡ്ജ് എന്തായാലും, പൊട്ടൻഷ്യോമീറ്റർ എന്തായാലും ഞാൻ സാധ്യത കാണുന്നു. സോ 2020 ചോദ്യം വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ അത് റെസിസ്റ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് +2 ലെവലാണ്, പക്കാ +2 ലെവലാണ്. നമ്മളിത് +2 പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ബോർഡ് എക്സാമിനൊക്കെ കണ്ട് കാണുന്ന പോലുള്ള ചോദ്യമാണ്. സോ അടുത്തത് 4-മത്തതാണ്. മാഗ്നറ്റിക്സിനകത്തുള്ള അടുത്ത ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ്. ഓക്കെ, ചാപ്റ്ററിന്റെ പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള കൺസെപ്റ്റ് കിട്ടുട്ടോ. ഈ +2 ചാപ്റ്ററുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചാപ്റ്ററുകളുടെ പേരുകൾ വളരെ എന്താ പറയാ, നമ്മളെ പെട്ടെന്ന് കണക്ട് ചെയ്യിപ്പിക്കുന്നതല്ല. മൂവിങ് ചാർജസ്, തൊട്ട് മുമ്പ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ മൂവിങ് ചാർജുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന മൂവിങ് ചാർജുകളിൽ മാത്രം എന്തുണ്ടാകുന്നുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. യെസ്, അപ്പം സ്റ്റേഷനറി ആയിരിക്കുന്ന ചാർജുകളും ഈ മാഗ്നറ്റിക് ഫീൽഡായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ചാപ്റ്ററുകളുടെ പേര് തന്നെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, ചാപ്റ്ററുകൾ നമുക്ക് കുറെ ചാപ്റ്ററുകളുടെ പേര്, ഹെഡിങ് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മാഗ്നറ്റിക് ഫോഴ്സ്, നമുക്ക് ലോറന്റ് ഫോഴ്സുകളാണ് പഠിക്കാനുള്ളത്. ഇവിടെ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സും ഉണ്ട്, ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സും ഉണ്ട്. ഓക്കെ, സാധ്യത കുറവാണ് വരാൻ. പിന്നെ മോഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. F=QVB sin θ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഇത് ബേസ് ആയിട്ട് ന്യൂമറിക്കൽ ചോദിക്കാം. പിന്നെ അടുത്തത് മോഷൻ ഇൻ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് IS, ബയോട്ട്-സാവാർട്സ്, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണെന്ന് DB ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് IDL sin θ/r² എന്ന് പറയും. ഇതാണ് ബയോട്ട്-സാവാർട്സ്. ഇതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. ബയോട്ട്-സാവാർട്സ് ലോന്റെ അപ്ലിക്കേഷൻ കുറെ പഠിക്കാനുണ്ട് നമുക്ക്. സോ ബയോട്ട്-സാവാർട്സ് ലോ ഡിഗ്രി ലെവൽ ഉള്ളതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്, അത് ബയോട്ട്-സാവാർട്സ് ലോന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. സർക്കുലർ കറന്റ് ലൂപ്പിന്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ ആംബിയർ സർക്യൂട്ടൽ തിയറം ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. എന്താണ് ആംബിയർ സർക്യൂട്ടൽ തിയറം? വളരെ പ്രധാനപ്പെട്ടതാണ് ആംബിയർ സർക്യൂട്ടൽ തിയറം. ബയോട്ട്-സാവാർട്സ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സോളിനോയിഡ് ആൻഡ് ടൊറോയിഡ്, അത് കുറച്ച് ഇക്വേഷൻസ് മാത്രമേ പഠിക്കാം. സോളിനോയിഡിന്റെയും ടൊറോയിഡിന്റെയും ഇക്വേഷൻസ് മാത്രം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് മാത്രമേ നമുക്ക് ആ ഭാഗത്തിൽ പഠിക്കാനുള്ളൂ. പിന്നെ അടുത്തത് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് അല്ലെ, രണ്ട് കണ്ടക്ടർ കറണ്ട് സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. അതേപോലെ രണ്ട് കറണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കാണാനുള്ള എന്തുണ്ട്, ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. സോ അടുത്തതാണ് ടോർക്ക് ഓൺ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപോൾ. ഒന്നും വലിയ പ്രധാനപ്പെട്ടതല്ല. ടോർക്ക് പ്രധാനപ്പെട്ടതാണ്. ടൗ P ക്രോസ് അല്ലെങ്കിൽ എന്താ പറയുക M/B എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ടതാണ് ഈ വേരിയൽ. പിന്നെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്ററിന്റെ കാര്യത്തിനകത്ത് ഗാൽവനോമീറ്റർ നമുക്ക് അമ്മീറ്റർ ആയിട്ടും അതേപോലെ തന്നെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഗാൽവനോമീറ്റർ നമുക്ക് അമ്മീറ്റർ ആയിട്ടും ഗാൽവനോമീറ്റർ നമ്മൾ വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. അത് എങ്ങനെയാണ് ആ കണക്ഷൻ വരുന്നത്? കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ട ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്ര എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അതേപോലെ വോൾട്ട് മീറ്റർ റെസിസ്റ്റൻസ്, അതിനൊക്കെ ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ഷണ്ട് ഈസ് ഈക്വൽ ടു IG ഡിവൈഡഡ് ബൈ I-IG എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അതേപോലെ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, V/IG - G എന്നൊക്കെ പറഞ്ഞു. സോ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ന്യൂമറിക്കൽ ഏരിയ എന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്നല്ല ഞാൻ പറഞ്ഞത്, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഗാൽവനോമീറ്ററിന്റെ കൺവേർഷൻ ഉണ്ട്, അമ്മീറ്റർ ആയിട്ടും വോൾട്ട് മീറ്റർ ഒക്കെ ആയിട്ട്. അത് ബന്ധപ്പെട്ട് ന്യൂമറിക്കൽ ചോദിക്കാം. ഓക്കെ, സോ ഇനി അടുത്തത് മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഈ ഏരിയ എന്നുള്ള ചോദ്യമാണ്. 2016 2 ചോദ്യങ്ങളാണ് ഈ ഏരിയ എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 2020 ചോദ്യമില്ല, മനസ്സിലാക്കുക. 2020 ക്വസ്റ്റ്യൻ. അടുത്തത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന കുഞ്ഞു ചാപ്റ്റർ ആണ്. കുഞ്ഞു ചാപ്റ്ററിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എർത്ത് മാഗ്നറ്റിസം ആണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഈ പറയുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ,
പാരാമാഗ്നറ്റ്, ഡയാമാഗ്നറ്റ്, ഫെറോമാഗ്നറ്റ്. അതിൽ തന്നെ ക്യൂരീസ് ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ എർത്ത് മാഗ്നറ്റിസവും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയലുമാണ് ഈ ഏരിയയിൽ വളരെ വാലിഡ് ആയിട്ടുള്ള സംഗതി. സോ 2020 ചോദ്യമുണ്ട്. 2020 ചോദ്യമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ലൈൻസ് ഡ്രോൺ ത്രൂ ഡിഫറെന്റ് പ്ലേസ് ഹാവിംഗ് ദ സെയിം ഡിക്ലിനേഷൻ. അതായത് എർത്തിന്റെ മാഗ്നറ്റിക് എലമെന്റിൽ വരുന്ന ആളുകളാണ് ഡിക്ലിനേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇൻക്ലിനേഷൻ ഉണ്ട്, അല്ലെ? അപ്പം ഒരേ പോയിന്റുകൾ ഉണ്ട്, അതായത് ഒരേ ഡിക്ലിനേഷൻ ഉള്ള പോയിന്റുകൾ ഉണ്ട്. ആ ഏരിയകളെ അല്ലെങ്കിൽ ആ പോയിന്റുകളെ ബന്ധിപ്പിച്ച് നമ്മളൊരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വരകളെ എന്തായി വിളിക്കുക? എന്താ സാറേ വിളിക്കുക? ഐസോഗോണിക് ലൈൻ എന്നാണ് വിളിക്കുക കേട്ടോ. ഐസോഗോണിക്. ഇത് ഡിക്ലിനേഷൻ കാണുന്ന സമയത്ത് നമ്മൾ ഐസോക്ലിനിക് ലൈനൊക്കെ പോകും, പക്ഷെ ഇത് ഐസോഗോണിക് ആണ് ഇതിന്റെ ആൻസർ. സോ 2020 ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എളുപ്പമാണ് കേട്ടോ, അതൊക്കെ ഡയറക്റ്റ് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 2016 ഒരു സാധാരണ ചോദ്യമാണ്, ഡയാമാഗ്നറ്റിസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇനി അടുത്തത് 6ാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിർബന്ധമായിട്ടും എല്ലാ സംഗതികളും പഠിച്ചോണം. എല്ലാ സംഗതികളും നമുക്ക് ആവശ്യമുള്ളതാണ്. എല്ലാ സംഗതികളും AC ജനറേറ്റർ അടക്കം എല്ലാം പഠിച്ചുകൊണ്ട് പോകണം. ഇൻഡക്ടൻസ് അല്ലെ, നമ്മൾ തൊട്ട മുമ്പത്തെ ചാപ്റ്ററുകളിൽ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കും, കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പഠിക്കും. ഈ ചാപ്റ്ററുകളാകുമ്പോൾ നമ്മൾ ആരെ കുറിച്ച് പഠിക്കും? ഇൻഡക്ടേഴ്സിനെ കുറിച്ച് പഠിക്കും. ഇത് മൂന്നും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഒരുമിപ്പിക്കും. ഏത് ചാപ്റ്റർ? ആ ചാപ്റ്ററിന്റെ പേര് അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ഭാഗത്തിനകത്ത് LCR സർക്യൂട്ടിനകത്ത് 3 ആളുകളെ നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ. സോ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്ന് ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ ഏരിയയും പഠിക്കണം. ഓക്കെ. ആ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ ഇല്ലോ നിങ്ങൾ നോക്കേണ്ട, ആ ചാപ്റ്റർ എല്ലാം പഠിക്കണം. അതേപോലെ അൾട്ടർനേറ്റിംഗ് കറണ്ട് മൊത്തം പഠിക്കും. ഓക്കെ. R ഓൺലി സർക്യൂട്ട് ഉണ്ട്, L ഓൺലി സർക്യൂട്ട് ഉണ്ട്, C ഓൺലി സർക്യൂട്ട് ഉണ്ട്, പിന്നെ RL സർക്യൂട്ട് ഉണ്ട്, LC സർക്യൂട്ട് ഉണ്ട്, പിന്നെ LCR സർക്യൂട്ട് ഉണ്ട്. ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ. ഇവരുടെ ഫേസ് ഡയഗ്രാം പഠിക്കണം, ഇവരിൽ ഉണ്ടാകുന്ന പവർ പഠിക്കണം, ഇവരുടെ ഇംപിഡൻസ് പഠിക്കണം. ഇതെല്ലാം നിർബന്ധമായിട്ട് പഠിക്കണം, ഓരോ സർക്യൂട്ടുകൾ. റെഡി അല്ലേ? അതേപോലെ തന്നെ LC ഓസിലേറ്റർ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. LC ഓസിലേറ്റർ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻഡക്ഷൻ ആണ് അല്ലെ ട്രാൻസ്ഫോമേഴ്സ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് ഇൻഡക്ഷനാ? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ അതിന്റെ ഇക്വേഷനും പഠിച്ചുകൊണ്ട് പോകണം. ട്രാൻസ്ഫോമേഴ്സിന്റെ ഇക്വേഷൻസ് ഉണ്ട്. എന്താ? VS/VP is equal to IS/IP is equal to എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇല്ലേ? സോ VS/VP അല്ല, VS/IS. തെറ്റായിട്ട് പറഞ്ഞുകൊണ്ടിട്ട് ഒന്നുകൂടി ശരിയാക്കി എഴുതാം. VS/VP is equal to IP/IS. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഓക്കെ. ഇതിന്റെ വോൾട്ടേജിനെയും കറണ്ടിനെയും സൂചിപ്പിക്കുന്നതാണ്. സെക്കൻഡറി ആൻഡ് പ്രൈമറി. സോ എല്ലാം പഠിച്ചുകൊണ്ട് പോണേ. AC ടോപ്പിക്കിനകത്തുള്ള എല്ലാ ചാപ്റ്ററുകളും പഠിച്ചോളൂ. പിന്നെ 2016 ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. 2016 ഞാൻ വലിയൊരു ചോദ്യമായിട്ട് കരുതുന്നില്ല. നമുക്ക് 20 ഏറ്റവും പ്രധാനം. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒന്നും നോക്കാറില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ പ്രത്യേകത, ഇത് രണ്ടും പഠിക്കാനുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലെ, മാക്സ്വെല്ലിന്റെ കറക്ഷൻ അല്ലെ, ആംബിയറിന്റെ തിയറത്തില് മാക്സ്വെല്ലിന്റെ കറക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതേപോലെ തന്നെ ഇത് കൺവെൻഷണൽ കറണ്ടും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ആ കറക്റ്റഡ് ഇക്വേഷൻ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ID, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെ, റേഡിയോ വേവ് അല്ലെ, അങ്ങനെ റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, പിന്നെ വിസിബിള്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ, പിന്നെ കോസ്മിക് ഒക്കെ ഉണ്ട്. നമുക്ക് ഇത്രയും മതി. സോ ഇവരുടെ അറേഞ്ച്മെന്റും ഇവരുടെ പ്രത്യേകത, ഇവരെങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ യൂസ് എന്തൊക്കെയാണ്, ഇത് പഠിച്ചുകൊണ്ട് പോകണേ. അതേപോലെ തന്നെ ഇവരുടെ ഫ്രീക്വൻസിയും അതേ വേവ് ലെങ്ത്തും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ. യെസ്, 2020 വളരെ 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 എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് റേഡിയോ വേവ്സ് ഇൻ ഫ്രീ സ്പേസ്? നമുക്കത് എന്താ പറയാ, നമ്മള് ചെന്നിരിക്കുമ്പം ആദ്യത്തെ ചോദ്യമായിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടും അല്ലെ. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിക്കും അല്ലെ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആകട്ടെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വരുന്നത്. സോ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 2020 വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻ. യെസ്, ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഉണ്ടാകും. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സിനകത്ത് പൊതുവെ അങ്ങനെ ഫിസിക്സിന്റെ അകത്ത് ക്വസ്റ്റ്യൻസ് കാണാറില്ല. വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നത് കുറവാണ്. പിന്നെയുള്ള ചോദിക്കാൻ സാധ്യത ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കും. TIRന്റെ അപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കും. പിന്നെ ലെൻസും ഒക്കെ ചോദിക്കും. ബാക്കിയൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അതേപോലെ തന്നെ ലെൻസുമായി ബന്ധപ്പെട്ടില്ല, ലെൻസിന്റെ കോമ്പിനേഷൻ
അതൊക്കെ ചോദിക്കാറുണ്ട്. യെസ്, 2016 ഈ ഏരിയ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് TIR ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഇതേപോലെ തന്നെ യെസ്, ഇതും അതേപോലെ തന്നെ സ്ഫെറിക്കൽ അബറേഷൻ, സ്ഫെറിക്കൽ അബറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഇതേപോലെ തന്നെ ലെൻസുകളുടെ എന്താ പറയുക കോമ്പിനേഷനായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതാണ്. പിന്നെ വേവ് ഒപ്റ്റിക്സ് പ്രധാനപ്പെട്ടതാണ്. വേവ് ഒപ്റ്റിക്സ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം വേവ് ഫ്രണ്ട് പഠിക്കണം, പിന്നെ ഹൈജൻസ് പ്രിൻസിപ്പിൾ പഠിക്കണം, പിന്നെ ഇന്റർഫറൻസ് പഠിക്കണം, കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. പിന്നെ നമുക്ക് യങ്സിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉണ്ട്, യങ്സിന്റെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇവിടെ വേ ഒപ്റ്റിക്സിനകത്ത് എല്ലാം പഠിച്ചുകൊണ്ട് പോകണം. യാതൊരു എക്സ്ക്യൂസും ഇല്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാം പഠിക്കണം എന്ന് പറയാൻ കാരണം ഈ ഏരിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമുകളിലായിട്ട് ഈ ഏരിയ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഈസി അല്ല, കുറച്ചും കൂടി ടൈറ്റ് ആയി. സോ 2016 എന്താ പറയാ ഈ ഏരിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഈ ഫിംഗർ പ്രിന്റ് ആണ് പറയുന്നത്. മറ്റേ എക്സാമുകൾക്കൊക്കെ വേവ് ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. വളരെ ഇതിലൊന്നും ഒഴിവാക്കാനില്ല, എല്ലാം പഠിച്ചുകൊണ്ട് പോകണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ? യെസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് പോകണം. ഇതിലൊന്നും ഒഴിവാക്കാനില്ല. ഡ്യുവൽ നാച്ചർ എല്ലാം സിമ്പിൾ ആണ്, പ്രോബ്ലം ആണ് വരാൻ സാധ്യത കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ ഗ്രാഫുകളൊക്കെ ചോദിക്കും. ഓക്കെ, ഇന്റൻസിറ്റിയും അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും അത് തമ്മിലുള്ള ഗ്രാഫൊക്കെ ചോദിക്കും. സോ പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള 2020 ചോദ്യമുണ്ട്. 2020 2 ചോദ്യമുണ്ട്. ഈ ഏരിയ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ലട്ടാ. 2020 2 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അടുത്തത് 2016 ഈ ഏരിയ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2016 വലിയ പ്രധാനപ്പെട്ടതല്ല. സോ 12ാമത്തെ ചാപ്റ്റർ ദാറ്റ് ഈസ് ആറ്റംസ്. ഓക്കെ, നമുക്ക് 3 ചാപ്റ്റർ കൂടിയുള്ളൂ. ആറ്റംസിന്റെ അകത്ത് ഹൈഡ്രജൻ ആറ്റം നന്നായി പഠിച്ചു. അതേപോലെ തന്നെ ഡീബ്രോഗ്ലി വേവ് ലെങ്ത്, ഡീബ്രോഗ്ലി പോസ്റ്റുലേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ പഠിച്ചു. ഡീബ്രോഗ്ലിന്റെ പോസ്റ്റുലേറ്റ്, റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, സോ ഇതിനകത്ത് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം അതൊന്നും വലിയ പ്രധാനപ്പെട്ടതല്ല. ലൈൻ സ്പെക്ട്ര, യെസ്, ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, യെസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. സോറി കേട്ടോ, ലൈൻ സ്പെക്ട്ര പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ചോദിക്കുക അയണൈസേഷൻ എനർജിന്റെ ചോദിക്കും. അയണൈസേഷൻ എനർജി ചോദിക്കും. ഫസ്റ്റ് ഓർബിറ്റിൽ എന്ത്, സെക്കൻഡ് ഓർബിറ്റിൽ എന്ത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, യെസ്, ആറ്റംസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റംസിന്റെ അകത്ത് 2020 യെസ് ചോദിച്ചത് ഹൗ മച്ച് എനർജി, യെസ്, ഇതേ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് 2020. പിന്നെ അടുത്തത് ന്യൂക്ലിയന്റെ അകത്ത് നമുക്ക് റേഡിയോ ആക്ടിവിറ്റി, ഓക്കെ, റേഡിയേഷൻ ആൽഫ, ബീറ്റ, ഗാമ, ഇത് പ്രധാനപ്പെട്ടതാണ്. ആൽഫ, ബീറ്റ, ഗാമ റെഡി അല്ലേ? പിന്നെ മാസ് ഓഫ് ദ ന്യൂക്ലിയസ്, പിന്നെ മാസ് എനർജി ആൻഡ് ന്യൂക്ലിയർ മാസ് എനർജി റിലേഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. വളരെ പ്രധാനപ്പെട്ട ഏരിയസ് ആണ്. ന്യൂക്ലിയർ എനർജി സണ്ണിൽ നടക്കുന്നു, അതൊക്കെ എന്താ പറയാ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഇതൊക്കെ ഏരിയയിൽ നിന്ന് വരുന്നതാണ്. ഇതിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. യെസ്, 2020 ഒന്നല്ല രണ്ടല്ല 4 ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ 2020 ചോദിച്ചു. 3 ക്വസ്റ്റ്യൻ, 1 2 3 ക്വസ്റ്റ്യൻ. യെസ്, 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ 2016 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് നമ്മളെ 14ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോണിക്സ്. ഇത് നിങ്ങൾ ഇവിടെ പഠിക്കുന്നതിനേക്കാൾ നന്നാകുക ഡിഗ്രി ലെവൽ പഠിക്കുക. കാരണം ഇതെന്തായി കഴിഞ്ഞാലും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നന്നായി പഠിക്കാനുണ്ട്. പിന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഏത്, എക്സ്ട്രിൻസിക് ഏത് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാൻ സാധ്യത കുറവാണ്. കൂടുതൽ വരാൻ സാധ്യത PN ജംഗ്ഷൻ ഡയോഡ്, അതേപോലെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ആയിരിക്കാം. ഓക്കെ, പിന്നെ IC സർക്യൂട്ടുകളിലൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ ഡിഗ്രി ലെവൽ പഠിക്കുന്നതാണ് കുറച്ചുകൂടി നന്നായി. യെസ്, ഇത് 2020 ചോദിച്ചൊരു ചോദ്യമാണ്. 2020 ചോദിച്ചൊരു ചോദ്യമാണ് ഈ സാധനം. വളരെ എളുപ്പമാണ്. പിന്നെ അടുത്തത് നമ്മൾ അവസാനത്തെ ചാപ്റ്റർ ആണ്, +2 ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതിനകത്തൊന്നും അധികം ചോദ്യം കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ചോദ്യമൊന്നും എക്സാമുകളിൽ പൊതുവേ കാണാറില്ല. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് FMAM ഒക്കെ അല്ലേ, FMAM AM കുറിച്ചൊക്കെ പഠിച്ചാൽ മതി. FMAM ബാക്കിയൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. സോ ഇത്രയാണ് +1ലെയും +2ലെയും എന്തെന്ന് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പഠിക്കാൻ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടത്. നിർബന്ധമായും ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഉറപ്പായിട്ടും കവർ ചെയ്യണം +1ലെയും +2ലെയും.
ഇനി എന്തുകൊണ്ട് അത് കവർ ചെയ്യണം എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓരോ ചാപ്റ്ററുകളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റെഡി അല്ലേ? സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതാണ് ഇനി അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഭയ് സാറുണ്ട്. സാർ നിങ്ങൾക്ക് PSC ലെവലിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളും അവരെങ്ങനെ പഠിക്കാം, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതെങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത്. ഇത്രയും നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു NCERT തന്നെയാണ് നമ്മൾ ബേസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ ടോപ്പിക്കും എടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സാമുകൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ആപ്പിൽ ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ED ആണ്. EDനകത്ത് കൂളോംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുകളൊക്കെ അവൈലബിൾ ആണ്. സോ അതൊക്കെ ചെയ്യുക മാക്സിമം ആളുകൾ. എപ്പോഴും ഈ പറയുന്ന കണ്ടന്റുകൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എക്സാമുകൾ നന്നായി ചെയ്യാം. ഓക്കെ, ഇതാണ് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം പറഞ്ഞു. മാക്സിമം എക്സാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഒക്കെ കൂടെ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നടക്കുന്ന എക്സാമുകളുടെ ട്രെൻഡ് നിങ്ങൾ പരിശോധിക്കണം. വെറുതെ അങ്ങ് പഠിച്ചുകൊണ്ട് കാര്യമല്ല. ഈ ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് എന്താ പറയാ, എന്റെ ഒരു അഭിപ്രായത്തിൽ +1 +2വിനേക്കാളും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് PSC ലെവലാണ്. PSC ലെവലിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയാനുണ്ടെങ്കിൽ +1 +2 ആദ്യം പഠിക്കുക, അതിനുശേഷം PSC ലെവലിലുള്ള കണ്ടന്റുകൾ പഠിക്കുക. അപ്പോൾ ഞങ്ങൾ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം +1 +2 ലെവലിൽ പഠിപ്പിക്കുക, അതിനുശേഷം ഡിഗ്രിക്ക്. ഓക്കെ, സോ നമ്മളെടുത്ത് കോച്ചിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ എന്തെങ്കിലും ജോയിൻ ചെയ്യാം. നമ്മളെ ഗ്രൂപ്പിലെ നമ്പറുകളൊക്കെ ഉണ്ട്. അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിനകത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. സാധ്യത കുറവാണ്, ഡൗട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. കുറെ പേര് ഇത് കേട്ടിട്ടുണ്ടാവും, കുറെ പേര് ഫോൺ ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും. സംശയങ്ങളൊന്നും ഇല്ലാതെ കരുതുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ മറുപടി തരാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്യണം ഡെയിലി. ഒരു ഏറ്റവും കുറഞ്ഞത് ഈ ഒരു 2-3 മാസം, അതായത് ഒരു ജൂൺ വരെ ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യണം. ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കുക. അതിന്റെ ഡൗട്ടുകളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ആരോ ഒരാൾ മോക്ക് ടെസ്റ്റ് മാത്രം അവൈലബിൾ ആണോ? മോക്ക് ടെസ്റ്റ് മാത്രം അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ പറ്റി ഇതുവരെ ആലോചിച്ചിട്ടില്ല. മോക്ക് ടെസ്റ്റ് മാത്രം കൊടുക്കുക എന്നുള്ളത്. നമ്മളൊരു കോച്ചിങ് ആണല്ലോ കൊടുക്കുന്നത്. സോ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 2500 രൂപയുള്ളൂ. നിങ്ങൾക്ക് മൊത്തം ക്ലാസ്സുകൾ നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ ഇപ്പം ബാച്ചിലുള്ള ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ ഇപ്പം നൽകുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ മാക്സിമം കാണുക. ഉടനെ തന്നെ നമ്മളെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളെ ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യുക. നന്നായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിനേഷൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഇത് LDO LGS പോലെയുള്ള എക്സാമുകളല്ല. അത്രയും ബൾക്കായിട്ടുള്ള ആളുകളെ എന്താ പറയാ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു എക്സാം അല്ല ഇത്. കുറച്ച് ആളുകൾ മാത്രമാണ് എടുക്കുക. അതേപോലെ തന്നെ ഇതിൽ അത്ര കോമ്പറ്റീഷനും ഇല്ല, മനസ്സിലാക്കുക. അത്ര കോമ്പറ്റീഷനും ഇല്ല. കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1000-2000 ആളുകൾ മാത്രമാണ് അതിന്റെ കോച്ചിങ് എടുക്കുക. അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ. സോ അത്രയും എന്താ പറയാ മത്സരം കുറവാണ് ഇതിനകത്ത്. നിങ്ങളൊന്നും അറിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് കാണിക്കാം. ഓക്കെ, സോ ഇത്രയാണുള്ളത്. ഇനി ആർക്കും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, നമുക്ക് അതിന് ആൻസർ തരാം. അതേപോലെ ക്വസ്റ്റ്യൻസ് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടാ. ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനിപ്പോ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട്. റെഡി അല്ലേ? സോ നമുക്ക് എന്താ പറയാ, നമ്മൾ അടുത്ത ടോപ്പിക്കിൽ സാറ് ഇവിടെ ഉണ്ട്. സാറിന് ഞാൻ മൈക്ക് കൊടുക്കാം. ഓക്കെ സാർ.
അപ്പൊ നമുക്ക് ഡിഗ്രി ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഡിഗ്രി ടോപ്പിക്സിൽ നമ്മൾ ആദ്യമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഈ ടോപ്പിക്കിനെ ആറായിട്ട് അഞ്ചായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് വേവ്സ്, വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്, മറ്റൊന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം, വേവ് മെക്കാനിക്സ്, ഹൈഡ്രജൻ ആറ്റം. ഇങ്ങനെ 5 ടോപ്പിക്കായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് വേവ്സിൽ വരുന്നത് കോംപ്ടൺ എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഡിസ്കവർ ചെയ്തത് ഒരു കഴിഞ്ഞ ഫിംഗർ പ്രിന്റ് എക്സാമിനേഷന്. ആ രീതിക്ക് അവിടുന്ന് ചോദ്യം വന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇനിയും പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. ഫോട്ടോ ഇലക്ട്രിക്കിനെ എഫക്റ്റിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരാം, കോംപ്ടൺ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാം. മാക്സിമം കോംപ്ടൺ ഷിഫ്റ്റ് കിട്ടാൻ എന്തായിരിക്കാം, അതേമാതിരി കോംപ്ടൺ വേവ് ലെങ്ത് എന്താണ്. ഇങ്ങനെ സാധാരണഗതിയിലെ എക്സാംസിന് ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസിൽ നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റിയും വേവ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, സപ്പോസ് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരും, ഫൈൻഡ് ഔട്ട് ദി ഗ്രൂപ്പ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എനർജി നീഡഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഇന്നർ പോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അത് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻസർ. അത് കഴിഞ്ഞ തവണത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ചോദിച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ അത് +2 ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബോർ മോഡലിലാണെന്ന് പറയാം. എങ്കിൽ കൂടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്ത് പഠിച്ചു കഴിഞ്ഞാലേ നമ്മളുടെ ഒരു പാർട്ട് സേഫ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു സർഫസ് ലെവലിൽ പഠിച്ചു വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ബിക്കോസ് എക്സാമിന്റെ ട്രെൻഡ് മാറി മാറി വരുന്നു. ഉദാഹരണമായിട്ട് 2021 സയന്റിഫിക് ഓഫീസറും 2024 സയന്റിഫിക് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മറ്റത് കുറച്ചുകൂടി എം എസ് സി ഫിസിക്സ് ആണ് ക്വാളിഫിക്കേഷൻ. അപ്പം 2021 ചോദിച്ചത് താരതമ്യേന +2+ ഡിഗ്രി ടോപ്പിക്സ് ആയിരുന്നു അധികവും. പക്ഷെ 2024 വന്നപ്പോ അത് MSc കേന്ദ്രീകരിച്ചാണ് മാക്സിമം ക്വസ്റ്റ്യൻസും അവർ ചോദിച്ചത്, അല്ലെങ്കിൽ അവർ ഫ്രെയിം ചെയ്തത് അത്തരത്തിലാണ്. ഇപ്പൊ നമുക്കിനി കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നത് +2 ലെവലാന്ന് വിചാരിച്ചിട്ട് ഡിഗ്രി ലെവലിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. ചിലപ്പം ഈ പ്രാവശ്യം ട്രെൻഡ് മാറി വരാം, കംപ്ലീറ്റ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിൽ നിന്ന് വരാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ഒന്നുകൂടി ഡെപ്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. NCR ആദ്യം സാറ് പറഞ്ഞ പോലെ തന്നെ +2 ലെവൽ ടോപ്പിക്സ് കംപ്ലീറ്റ് നമ്മളൊരു സർഫസ് ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതിനുവേണ്ടി NCERT ഇരുന്ന് വായിക്കണം എന്നില്ല, കാരണം അത് വെറും സമയം പോക്കൽ മാത്രമാണ്. NCERT നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട്സ് വായിക്കുക, ക്വസ്റ്റ്യൻസ് ജസ്റ്റ് സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ്, കീം ലെവൽ ക്വസ്റ്റ്യൻസ്, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്താൽ മതി. IIT ജാമോ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാൻ പോണ്ട. കാരണം അത് നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒരിക്കലും PSC ചോദിക്കാറില്ല. സർഫസ് ലെവലിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. പക്ഷെ നമ്മൾ നോളേജ് വൈഡ് ആയിരിക്കണം. സർഫസ് ലെവലിലാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ വൈഡ് ആയിട്ട് നോളേജ് ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, ഇപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റം, പിന്നെ വേവ് മെക്കാനിക്സിൽ നമ്മൾ ഷോർഡിഞ്ചർ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഷോർഡിഞ്ചർ ഇക്വേഷൻ, പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ അവര് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല, n=1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് 0 ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ അത് അങ്ങനെ ചോദിച്ചു. അത് വേവ് മെക്കാനിക്സിലെ ഒരു പ്രോബ്ലം ആണ്. വേവ് മെക്കാനിക്സിൽ അതുപോലെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാകാം. പിന്നെ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം. ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഓക്കെ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ചോദ്യം തന്നെ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ട എനർജി എത്രയെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് നല്ല രീതിക്ക് പഠിച്ചാൽ മതി. ഈ ഒരു 5 ടോപ്പിക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഈ 5 ടോപ്പിക്കിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും.
അത് അതിൽ നിന്ന് തന്നെ ഒരു സർഫസ് ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പാർട്ടിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് പോകാം. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ്. ഇനിയാണ് അടുത്തത് ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ബേസിക്കലി നമ്മളെ പ്ലസ് വൺ ടെക്സ്റ്റ് തന്നെയാണ്. അതിന്റെ കൂടെ ഡിഗ്രി ലെവലിൽ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ന്യൂട്ടൺസ് ലോസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് വലിയ ലെവലിലുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല എങ്കിൽ കൂടിയിട്ട് ഇപ്പൊ ന്യൂട്ടൺസ് ലോസും ഇതിന്റെ അപ്ലിക്കേഷനും വരുന്നത് +1 ആണ്. കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞ പോലെ +1 ടോപ്പിക്സിൽ നിന്നാണ് കൺസർവേഷൻ ഓഫ് എനർജി മൊമെന്റം വരുന്നത്. ഇനി റിജിഡ് ബോഡി ഡൈനാമിക്സ് വരികയാണെങ്കിൽ നമ്മൾ റിജിഡ് ബോഡിയിൽ കുറച്ചും കൂടി നമ്മൾ ഡിഗ്രി ലെവൽ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വാരിയബിൾ മാസ് വരുന്ന സിറ്റുവേഷനിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. സപ്പോസ് നമ്മൾ അത് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഇത് 1 മിനിറ്റ് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് തികയില്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇങ്ങനെയൊക്കെ വരുമ്പോ. അപ്പൊ നമ്മൾ ബാക്കി വരുന്ന എളുപ്പ ചോദ്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ബാക്കി വരുന്ന സമയം ഈ ടഫസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലമാകണം. ഓക്കെ, പിന്നെ വരുന്നത് ഹാർമോണിക് ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഡാംപ്ഡ് ഹാർമോണിക് മോഷൻ, അതുപോലെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അത് നമ്മൾ പഠിച്ചിരിക്കണം, അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒന്ന് സെൻട്രൽ ഫോഴ്സ് മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് ഈ കെപ്ലേഴ്സ് ലോസും കാര്യങ്ങളൊക്കെ വരുന്നത്. കെപ്ലറിന്റെ ഫസ്റ്റ് ലോ, കെപ്ലറിന്റെ സെക്കൻഡ് ലോ എപ്പോഴും ചോദിക്കാറുണ്ട്. കെപ്ലറിന്റെ സെക്കൻഡ് ലോ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ കാരണമാണ് കെപ്ലറിന്റെ സെക്കൻഡ് ലോ വരുന്നത്. ദാറ്റ് മീൻസ് ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അത് എല്ലാ എക്സാമിനും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഈ കോമൺ ആയിട്ട് വരുന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ തെരഞ്ഞു പിടിച്ച് നമ്മൾ സോർട്ട് ചെയ്ത് എടുത്ത് നിരന്തരമായിട്ട് റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. സെൻട്രൽ ഫോഴ്സ് മോഷനിൽ അതുപോലെ തന്നെ ചില ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യണം. പിന്നെ എസെൻട്രിസിറ്റി, അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് എസെൻട്രിസിറ്റി 1 ആകുമ്പോൾ അത് പാരബോളിക് ആകും. എസെൻട്രിസിറ്റി 0 ആകുമ്പോൾ അത് സർക്കുലാർ ആയിരിക്കും. എസെൻട്രിസിറ്റി >1 ആകുമ്പോൾ അത് ഹൈപ്പർബോളിക് ആയിരിക്കും. എസെൻട്രിസിറ്റി <1 ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ വരുമ്പോൾ അത് എലിപ്സ് ആയിരിക്കും എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ അവർ ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അപ്പോൾ ഇനി അടുത്തതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ പക്ഷെ +1 ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവര് ചോദിച്ചിരിക്കുന്ന പോയിസോൺസ് റേഷ്യോന്റെ വാല്യൂ ആണ്. റേഞ്ച് എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതാണ് അവർ കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ തവണ ഫ്ലൂയിഡ് നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇല്ല. ബട്ട് നമ്മള് ലീഗൽ മെട്രോളജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് ചോദ്യം വന്നിരുന്നു. എസ്പെഷ്യലി ബെർണോളിസ് പ്രിൻസിപ്പൽ, ഏരിയ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അവിടെ ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വിചാരിച്ച് കഴിഞ്ഞ തവണ ചോദ്യം ഇല്ല എന്ന് വിചാരിച്ച് ഇത്തവണ ചോദ്യം ഉണ്ടാവില്ല എന്ന അർത്ഥമില്ല. അവിടുന്ന് ചോദ്യങ്ങൾ വരാം. പിന്നെ വേവ് മോഷൻ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. വേവ്സിന്റെ ഇക്വേഷൻസ്, അതുപോലെ തന്നെ വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, ബീറ്റ്സ്, ഡോപ്ലർ എഫക്റ്റ് ഒക്കെ എല്ലാ തവണയും നമ്മളെ എക്സാമിനേഷൻ പേപ്പറിൽ കാണാറുണ്ട് ഒരു പരിധി വരെ. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അപ്പൊ നമ്മൾ ഡിഗ്രിക്ക് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും കൂടി പഠിക്കാറുണ്ട്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് എന്തായാലും സ്റ്റാറ്റിന്റെ ഒരു ബേസ് എന്ന രീതിയിൽ ഇപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിച്ചാൽ മതിയാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ചോദ്യങ്ങൾ അവർ ഫ്രെയിം ചെയ്തത് ഇതുവരെ കണ്ടിട്ടില്ല, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് ഇല്ല. ഇപ്പോ നമ്മള് +1 +2 വരെ നോക്കുവാണെങ്കിൽ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഹീറ്റ് എഞ്ചിൻ ആൻഡ് റെഫ്രിജറേറ്റർ അതും പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് എൻട്രോപ്പി, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരെയാണ് +2 ലെവൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എൻട്രോപ്പി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇപ്പം കെമിസ്ട്രിയിലെ എൻട്രോപ്പി അല്ല, ആ ഒരു രീതിയല്ല ഫിസിക്സിൽ നമ്മൾ പറയുന്നത്. ഫിസിക്സിൽ ഓരോ പ്രോസസ്സിനും ഐസോതെർമൽ പ്രോസസ്സിന് എൻട്രോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. R log V2/V1.
അതുപോലെ തന്നെ അഡിയാബാറ്റിക് പ്രോസസ്സിലെ എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റന്റ്. കാരണം അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഐസ് എൻട്രോപ്പിക് പ്രോസസ് ആണ്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐ സോറി അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിനും നമ്മൾ എൻട്രോപ്പിയുടെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫ്രീ എക്സ്പാൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസോതെർമൽ പ്രോസസ്സിന്റെ എൻട്രോപ്പിയുടെ ഇക്വേഷനാണ്. കാരണം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും മാത്രം മതി എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് പോയ പ്രോസസ്സ് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എൻട്രോപ്പി ഇമ്പോർട്ടന്റ് കാര്യമാണ്. കെമിസ്ട്രിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന എൻട്രോപ്പി അല്ല, നമ്മളിവിടെ ഓരോ പ്രോസസ്സിനും ഡിഫറെന്റ് ആയിട്ട് എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ ടോപ്പിക്ക് നമുക്ക് പുതുമ ഒരു +1 +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കാർക്ക് അത് പുതിയൊരു ടോപ്പിക് ആയിരിക്കും, ദ റെലം ഓഫ് ഫിസിക്സ്. ഓക്കെ, ഇനി അടുത്തത് തെർമോഡൈനാമിക് ഫങ്ഷൻസ്. ഇതും നമ്മൾ പഠിച്ചിട്ടില്ല. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ഏതൊക്കെയാ? ഇന്റേണൽ എനർജി, ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജി, ഓക്കെ, എൻതാൽപ്പി. ഇപ്പൊ 4 തെർമോഡൈനാമിക് ഫങ്ഷൻസ് ഉണ്ട്. ഈ 4 തെർമോഡൈനാമിക് ഫങ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാരിയബിൾസ് ഏതൊക്കെയാണ്? ഓക്കെ, ഓരോ പ്രോസസ്സുകൾ നടക്കുമ്പോഴും ആരൊക്കെയാണ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്? തെർമോഡൈനാമിക് ഫങ്ഷൻസ്, അതിൽ നിന്ന് മാക്സ്വെൽസ് റിലേഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ തെർമോഡൈനാമിക് ഫങ്ഷൻസ് പഠിക്കാൻ ആക്ച്വലി നമുക്ക് ഒറ്റ ഷോർട്ട് കട്ട്, ഒരു ഡയഗ്രാം വരച്ചിട്ട് ഒറ്റ ഷോർട്ട് കട്ട് നിന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തെർമോഡൈനാമിക് ഫങ്ഷൻസ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തെർമോഡൈനാമിക് ഫങ്ഷൻസ് ചോദിക്കാം, കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. ഫേസ് ട്രാൻസിഷനിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഐസ് വെള്ളമാകുന്നു, അല്ലെങ്കിൽ വെള്ളം നീരാവിയായി മാറുന്നു. അങ്ങനെ ആകുമ്പോ അവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഏതാണ്? ഓക്കെ, സോ ഹലോ, ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും? ഹലോ, എന്തെങ്കിലും ഡൗട്ട്? അല്ലെങ്കിൽ അൺമ്യൂട്ട് ആയി പോയതായിരിക്കാം. ഓക്കെ, നോക്കാം. അപ്പൊ കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചത് ഫേസ് ട്രാൻസിഷനിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഏതാണെന്നാണ്. ഓക്കെ, ഫേസ് ട്രാൻസിഷൻ, ഒരു മിനിറ്റ്. ഓക്കെ, ഫേസ് ട്രാൻസിഷനിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഏതായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്? ഓക്കെ, ഓക്കെ, അപ്പം അവിടെ നമുക്കറിയാം ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ടെമ്പറേച്ചറും പ്രഷറും ഡിപ്പെൻഡ് ചെയ്യുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗിബ്സ് ഫ്രീ എനർജിയാണ്. സോ ഗിബ്സ് ഫ്രീ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ. ഇനി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ്, അതുപോലെ തന്നെ മോണോ അറ്റോമിക് ഗ്യാസ്, ഡയറ്റോമിക് ഗ്യാസ്, ട്രയറ്റോമിക് ഗ്യാസിന്റെ ഒക്കെ CP, CV, ഗാമ, ഇന്റേണൽ എനർജി കംപ്ലീറ്റ് പിടിക്കാൻ അറിഞ്ഞിരിക്കണം. കാരണം അതൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി ഇലക്ട്രോഡൈനാമിക്സ് ഇൻ ജനറൽ MSc ലെവൽ എക്സാംസിനൊന്നും ഇതുവരെ ഇലക്ട്രോഡൈനാമിക്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഡിലീറ്റഡ് ആണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ചോദ്യം വരാം, ഡിഗ്രി ലെവലിൽ ചോദ്യം വരാം. ഉദാഹരണമായിട്ട് കഴിഞ്ഞ HSST, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ സയന്റിഫിക് ഓഫീസറിനൊന്നും ഇലക്ട്രോഡൈനാമിക്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, പക്ഷെ അവര് ടോപ്പിക് ഇട്ടിട്ടില്ലെങ്കിലും ഈ 2021 സയന്റിഫിക് ഓഫീസറിലെ ഇലക്ട്രോഡൈനാമിക്സ് ഒരു ചോദ്യം അവർ എടുത്തിട്ടു. ഒപ്റ്റിക്സും ടോപ്പിക് ഇട്ടിട്ടില്ലെങ്കിലും പോളറൈസേഷൻ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മള് ഇലക്ട്രോഡൈനാമിക്സിൽ ഈ ആദ്യത്തെ 2 പോർഷൻസ് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇത് രണ്ടും നിങ്ങൾ +2 ലെവൽ ടോപ്പിക്സ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ, അതുപോലെ തന്നെ സ്പെഷ്യൽ ടെക്നിക്സ് ഫോർ കാൽക്കുലേറ്റിംഗ് പൊട്ടൻഷ്യൽസ് ഉണ്ട്.
പിന്നെ വരുന്നതാണ് ഇലക്ട്രോ ഡൈനാമിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും കംപ്ലീറ്റ്ലി നമ്മൾ വെക്ടർ അനാലിസിസ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ വെക്ടർ അൽജിബ്ര പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വെക്ടർ അൽജിബ്രയിൽ നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഈ ടോപ്പിക്സ് പഠിക്കുമ്പോൾ. പിന്നെ വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. നമ്മൾ +1 +2 ഇലക്ട്രോ ഡൈനാമിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സോ ബാക്കിയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതുപോലെ കറണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഡീൽ ചെയ്യുന്ന പോലെ എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് അല്ല. ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ ഒന്നും കൂടി റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്ന് നമുക്ക് പോളറൈസേഷനും കാര്യങ്ങളും ഒക്കെ പറയാം. പിന്നെ AC ആൻഡ് ട്രാൻസിയന്റ് കറന്റ്സ് ചോദിക്കാം. ഇതുവരെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല, ബട്ട് ചോദിക്കാം. പിന്നെ നെറ്റ്വർക്ക് തിയറം പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നെറ്റ്വർക്ക് തിയറം പഠിച്ചേ പറ്റുള്ളൂ. നെറ്റ്വർക്ക് തിയറം ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് നമ്മൾ രണ്ടും കൂടി ഒരു ടോപ്പിക് ആയിട്ടാണ് എടുക്കുന്നത്. രണ്ടും കൂടി ഒരു ടോപ്പിക് ആയിട്ട്. ഫോർ എക്സാമ്പിൾ PN ജംഗ്ഷൻ ഡയോഡ്, ബൈജംഗ്ഷൻ പോളാർ ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയേഴ്സ്. ഓക്കെ, ഇതൊക്കെ ബേസിക്കലി നമ്മൾ പണ്ട് +2 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അവിടെ നിന്ന് ഒന്നുകൂടി മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയേ പറ്റുള്ളൂ. കാരണം ലീഗൽ മെട്രോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇതിന്റെ ആൽഫ, ബീറ്റ, ഗാമ ഈ ആംപ്ലിഫിക്കേഷൻ റേഷ്യോന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒപ്പാമ്പ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഒപ്പാമ്പ് അതിന്റെ അപ്ലിക്കേഷൻസ്. സോ ഒപ്പാമ്പ് ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഓംസ് ലോ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ കുറെ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു സർക്യൂട്ട് കിട്ടുക, സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓംസ് ലോ അപ്ലൈ ചെയ്യുക. കഴിഞ്ഞ സയന്റിഫിക് ഓഫീസറിന് ഒപ്പാമ്പിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബൂലിയൻ ആൽജിബ്ര, ഹെക്സാഡെസിമൽ, അതുപോലെ ഒക്ടൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, ഇതിൽ നിന്നുള്ള പരസ്പര ഇന്റർ കൺവേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ലോജിക് ഗേറ്റ്സ് എന്നും ക്വസ്റ്റ്യൻസ് വരാം. എന്താന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ഈസ് ലിമിറ്റഡ് ടു 40. അതിൽ തന്നെ ഒരുപാട് എണ്ണം +2 ലെവൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ടോപ്പിക്സിൽ നിന്നും ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻസ് നമ്മൾ കിട്ടാത്തത്. എങ്കിൽ കൂടി ലോജിക് ഗേറ്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടില്ല, ഇത്തവണ ചോദിക്കാൻ സാധ്യതയും ഉണ്ടാകും. ഓക്കെ, പിന്നെ സോളിഡ് സ്റ്റേറ്റ് എന്ന് നമ്മൾ ആ കുറഞ്ഞ ടോപ്പിക് മാത്രം പഠിച്ചാൽ മതി. ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് പ്രവേസ് ലാറ്റിസസ്. ഓക്കെ, പാക്കിംഗ് ഫ്രാക്ഷൻ കാണാനും നമ്മളെ ക്രിസ്റ്റൽ ലാറ്റിസ് കാണാനും ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക് അങ്ങനെയുള്ള കുറച്ച് ഹെക്സഗണൽ ലാറ്റിസ്, അതിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്, നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബറിംഗ് ആറ്റം, സെക്കൻഡ് നിയറസ്റ്റ് നെയ്ബറിംഗ് ആറ്റം. അത്രയും ഡെപ്തിലേക്കൊന്നും പോകണ്ട. ഇതിൽ കൂടി ഒരു സർഫസ് ഐഡിയ ഉണ്ടാക്കിയാൽ മതി. പിന്നെ എക്സ്റേ, ഡിഫ്രാക്ഷൻ ആൻഡ് ബ്രാഗ്സ് ലോ, എല്ലാം =2D sin θ. അപ്പോ ഡിഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത് എന്താ ഏത് റേ ആണ് എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ എക്സാമിനുള്ള ചോദ്യം. എന്ന് വെച്ചാൽ എക്സ്റേ ആണ്. ഓക്കെ, അത് ആ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കിന്റെ പേര് തന്നെ ഉണ്ട്. അത്രയും സിമ്പിൾ ആയിട്ടാണ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ ജനറൽ ട്രെൻഡ് അനുസരിച്ച് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ തവണ ഇവര് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോഴും ടഫ്നെസിന്റെ ലെവൽ കൂട്ടി കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് ഇത്ര എളുപ്പ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള ചോദ്യം പ്രതീക്ഷിച്ച് വേണം പോവാൻ എന്ന് വിചാരിച്ച് നമ്മൾ ഈ ലോ ലെവൽ ക്വസ്റ്റ്യൻസ് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഫോട്ടോണിക്സ്, ഒപ്റ്റിക്സ്, സ്പെക്ട്രോസ്കോപ്പി എന്ന് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. എങ്കിലും ഒരു ബേസിക് ലെവലിൽ നിന്ന് നമ്മളൊന്ന് സ്പെക്ട്രോസ്കോപ്പി അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ലേസർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏത് PSC എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാലും ലേസറിന് ചോദ്യം കാണാം. ലേസറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ചോദിച്ചത് ലേസറിന് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ 3 ലെവൽ ലേസർ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ റൂബി ലേസർ ആണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ തവണത്തെ ചോദ്യം ലേസറിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് PSC എക്സാമിലും ലേസർ ഉണ്ടാകാം. അപ്പൊ ലേസർ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇന്റർഫിയറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഓപ്റ്റിക്സ് +1 +2 ലെവൽ. പക്ഷെ ഡിഫ്രാക്ഷൻ ഒന്നും
നമ്മൾ പ്ലസ് ടു ലെവൽ പഠിച്ചാൽ പോരാ. ഫ്രാൻഹോഫർ ഡൈഫ്രാക്ഷൻ അതുപോലെ ഫ്രണ്ടൽ ഡൈഫ്രാക്ഷൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. പോളറൈസേഷനും അതുപോലെ തന്നെ പോളറൈസേഷനും വേവ് പ്ലേറ്റുകളെ കുറിച്ചും എല്ലാം പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ ഫൈബർ ഒപ്റ്റിക്സ് നമ്മളൊന്ന് ഡെപ്തിൽ അനലൈസ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, 3 ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്. PSCന്റെ ഇഷ്ടപ്പെട്ട ഏരിയ ആണ് ഏത്? ലേസറും ഫൈബർ ഒപ്റ്റിക്സും. പിന്നെ സ്പെക്ട്രോസ്കോപ്പിന്ന് ഇതുവരെ ഞാൻ ഫിംഗർ പ്രിന്റ് സെർച്ചറിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻസ് കാണില്ല എന്ന അർത്ഥമില്ല. നമ്മൾ ഒരു സർഫസ് ലെവലിൽ നമ്മൾ ആ നോട്ട്സ് പഠിച്ചേ പറ്റുള്ളൂ. നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിഗ്രി ലെവൽ ടോപ്പിക്സ് വരുന്നത്. സോ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ചോദിച്ചത് പ്ലസ് ടു ലെവലിലാണെന്ന് പറയാം, അല്ലെങ്കിൽ പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലിലും കൂടി കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പോർഷൻസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്ലസ് ടു ലെവലിൽ എന്തായാലും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചേ പറ്റുള്ളൂ. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യേണ്ടത് ഒന്ന് NCERT റെഫർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വളരെ ടൈം കൺസ്യൂമിങ് ആണ്. അതിന്റെ മുകളിൽ ഇരുന്ന് വായിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പലതും നമുക്ക് അറിയാന്നുള്ള ബേസ് ഇപ്പൊ ഈ കാണുന്ന ഞാനിപ്പോ ഇവിടെ എഴുതി വെച്ച NCERT, JC ബാദിയ, ആർത്തർ ബേസർ, ഗ്രിഫിത്ത്, സിമൻസ്കി, ബാൻവെല്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നുള്ളൂ, കുറച്ച് ബുക്സ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവസാനത്തെ നമ്മളെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്സ് ആയിട്ടുള്ള ഒന്ന് മഞ്ജുഷ പബ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓരോ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റികളെ ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് എക്സെപ്റ്റ് ഈ അവസാനത്തെ ടെക്സ്റ്റ് ബുക്ക് ഒഴികെ ബാക്കി എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമുക്ക് എന്തൊക്കെയോ അറിയാന്നുള്ള ഒരു ധാരണയിൽ എഴുതിയതാണ്. ഇതൊക്കെ ആദ്യമായിട്ട് വായിക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ പഠനം നിർത്തും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഓക്കെ, അപ്പം എന്താ പറയാ, ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഒരു തവണ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ട് ഇത് വായിക്കുമ്പോൾ ഒന്നും കൂടി വ്യക്തമായ ക്ലാരിറ്റി കിട്ടും. അല്ലാത്തവർക്ക് ഇത് ഭ്രാന്താവും വായിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മള് മാക്സിമം പ്രിഫർ ചെയ്യുന്ന ബുക്ക് NCERT +1 +2 ലെവല് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളും പണ്ട് +1 +2 ഉണ്ടാക്കിയ നോട്ട്സും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ മതി. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഈ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇറക്കുന്ന ഷോർട്ട് നോട്ടുകൾ ഫിസിക്സിന്റെ മാത്രം വായിച്ച് നോക്കിയാൽ മതി. NCERT വായിക്കാൻ നിന്നാ നടക്കില്ല. ഓക്കെ, പിന്നെ ഇപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിന് വായിക്കാനാണെങ്കിൽ JC ഉപാധ്യായ ഉണ്ട്, അതുപോലെ തന്നെ മാധുർ ഉണ്ട്. JC ഉപാധ്യായന്റെ മെക്കാനിക്സ് വലിയ ബുക്കാണ്, നമ്മൾ വായിച്ച് തീരില്ല. ഓക്കെ, അപ്പോഴേക്ക് നമ്മളത് അതിന്റെ പകുതി എത്തുമ്പോഴത്തേക്ക് എക്സാം ഒക്ടോബർ ആവും. അപ്പൊ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്നാലും ഏതെങ്കിലും ടോപ്പിക്കിൽ വല്ലാതെ ഡൗട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് റെഫർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കാം. പിന്നെ ആർതർ ബേസർ ആണ് ക്വാണ്ടം മെക്കാനിക്സ്, കുഴപ്പമില്ല വായിക്കാൻ. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ടെക്സ്റ്റ് ബുക്ക്, ഇതിനൊക്കെ മഞ്ജുഷ പബ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കും. കാരണം ഒന്നുകൂടി വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ താന്ന ലാംഗ്വേജിൽ എഴുതിയതാണ്. നമുക്ക് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സുഖം ഈ ടെക്സ്റ്റ് ബുക്സ് ആണ്. കാരണം അത് യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻ, ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് ആ സിലബസ് അനുസരിച്ച് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്സിനൊക്കെ MG യൂണിവേഴ്സിറ്റിന്റെ പബ്ലിക്കേഷൻ ആണെങ്കിലും, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും സെയിം സിലബസ് ആണ്. കണ്ടന്റ് ഒക്കെ സെയിം ആണ്. നിങ്ങൾ കാലിക്കറ്റ് മേടിച്ചാലും MG മേടിച്ചാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ ഗ്രിഫിത്ത് ആണ് ഇലക്ട്രോ ഡൈനാമിക്സിന് നല്ല ബുക്കാണ്. ഗ്രിഫിത്തിന്റെ ഒരു പകുതി പാർട്ട് വരെ പഠിച്ചാൽ മതി. ഒരു പകുതിക്ക് റേഡിയേഷന് ശേഷമുള്ള അങ്ങോട്ടുള്ള പാർട്ടൊന്നും വായിക്കാനേ നിൽക്കരുത്. കാരണം റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോ ഡൈനാമിക്സും റേഡിയേഷനും ഒന്നും നമ്മുടെ സിലബസിൽ ഉണ്ടാവില്ല. കാരണം അതൊന്നും ഡിഗ്രിക്കാർ പഠിക്കുന്നതല്ല. ഓക്കെ, പ്രത്യേകിച്ച് ഇതിലിപ്പോ കെമിസ്ട്രിക്കാരുണ്ട് എന്ന് എനിക്കറിയാം. കെമിസ്ട്രിക്കാർക്കും ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. പിന്നെ സിമാൻസ്കിയാണ് തെർമോഡൈനാമിക്സ്. സിമാൻസ്കി പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രശ്നക്കാരനാണ്. ഓക്കെ, സിമാൻസ്കിന്റെ ഒക്കെ വളരെ ഷോർട്ട് വേർഷൻ തന്നെയാണ് ഈ മഞ്ജുഷ പബ്ലിക്കേഷൻസിൽ ഉള്ളത്. സിമാൻസ്കിയിലുള്ള അതേ സെന്റൻസുകൾ വളരെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്നു. ഇനി ബാൻവെല് സ്പെക്ട്രോസ്കോപ്പി പഠിക്കാനുള്ള ബാൻവെലും നമ്മള് ഷോർട്ട് നോട്ടുകൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാൻവെൽ നമ്മളെടുത്തിട്ടുണ്ട് ഷോർട്ട് നോട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പം ഏറ്റവും എളുപ്പം ഈ പറഞ്ഞ മാതിരി യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്താ ഈ ടെക്സ്റ്റ് ബുക്കുകൾ
പഠിക്കുക. അതിൽ തന്നെ നിങ്ങൾ വേണ്ട ഇമ്പോർട്ടൻസ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്ത് നമ്മള് സെപ്പറേറ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് നിരന്തരം റിവൈസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, പ്രോബ്ലംസ് താരതമ്യേന കുറവായിരിക്കും കേട്ടോ എക്സാമിന്. കാരണം എക്സാമിന് സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ കൊണ്ട് പ്രോബ്ലംസ് താരതമ്യേന കുറവായിരിക്കും. കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ മൈൻഡിൽ മെമ്മറി വെക്കുക എന്നുള്ളതാണ്. ഈവൻ ഫിസിക്സിന്റെ എക്സാം ആണ് നടക്കുന്നത്, കെമിസ്ട്രിന്റെ എക്സാം ആണ് നടക്കുന്നതെങ്കിൽ കൂടിയിട്ട് ഇപ്പൊ ഹയർ ലെവൽ എക്സാം ആണെങ്കിൽ പോലും, PSC നടത്തുന്ന ഹയർ ലെവൽ എക്സാം ആണെങ്കിൽ പോലും അവർ മാക്സിമം മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് എക്സാം പേപ്പർ ഉണ്ടാവുക. കാരണം സയന്റിഫിക് ഓഫീസർ ആണെങ്കിലും 1 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുമ്പോൾ 1.25 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുമ്പോൾ അവർ ബേസിക്കലി മെമ്മറി ടെസ്റ്റ് തന്നെയാണ്. അതില് നമ്മളെ എന്താ പറയാ, നമ്മളെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിന്തിച്ചെഴുതേണ്ട ഒരു ടോപ്പിക്കും അതിന്റെ അകത്ത് ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ വായിക്കുക, ഓരോ ലൈൻ ബൈ ലൈൻ ഓരോ ബുക്ക് വായിക്കുന്നതിനനുസരിച്ച് എന്ത് അവർ ക്വസ്റ്റ്യൻ പറയുകയും അത് ഇങ്ങനെ ടിക്കിട്ട് പോകാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറയുന്നത്, വളരെ ലോ ലെവൽ ബുക്സ് വായിച്ചാൽ മാത്രം മതി. എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു ആ രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് വായിച്ച് എക്സാമിന് പോകുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മളിപ്പോ ഒരു മെയിൻ ടെക്സ്റ്റ് ഇരുന്ന് വായിക്കാൻ നിൽക്കുകയാണെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ എടുക്കും. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയൊക്കെയാണ് നമ്മൾ ഡിഗ്രി ലെവൽ ആയിട്ട് പറയാനുള്ളത്. ഇപ്പൊ ഡിഗ്രി ലെവലിന്റെ കുറച്ച് ഡിസ്കഷൻസ് നമ്മളിവിടെ ഞാൻ പറഞ്ഞു. ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യങ്ങൾ വളരെ കുറവാണ്. ആ ചോദ്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പാർട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നത് എന്നത്. രണ്ടും കൂടി ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ ഫിസിക്സ് സബ്ജക്റ്റിന്റെ ഡിസ്കഷൻ ഇത്രയാണുള്ളത്. നമ്മള് +1 +2 കണ്ടന്റുകൾ പറഞ്ഞു, ഡിഗ്രി കണ്ടന്റ് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലോജിക് ഗേറ്റിന്റെ ക്ലാസ്, ഓക്കെ, അത് നേരത്തെ ചോദിച്ച ചോദ്യം. ലോജിക് ഗേറ്റിന്റെ ക്ലാസ് ഉണ്ടല്ലോ നമ്മൾ ഇലക്ട്രോണിക്സ് എടുക്കുന്ന സമയത്ത്. ഈവൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് ലോജിക് ഗേറ്റിന്റെ ക്ലാസ് ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് എന്താ പറയാ, ഏതെങ്കിലും ടോപ്പിക്കുകൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ അത് പറയാം. അതെങ്ങനെ പഠിക്കാന്ന് നമുക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പം ഡിഗ്രി ബേസ്ഡ് നിങ്ങൾക്ക് ആ സിലബസിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അഡ്മിൻ മെസ്സേജ് അയച്ചാൽ മതി. ആരും ഡൗട്ട് ചോദിക്കുന്നൊന്നും കാണുന്നില്ല. സോ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സംസാരിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാണ്ട് ചോദിച്ചോളൂ. സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം.
സോ ആരും സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നലെ നടന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ആളുകളും സറയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇതേപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും കണ്ടക്ട് ചെയ്യും. അപ്പോഴൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറെ കൂടിയൊക്കെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.